കൃപാവരങ്ങൾ പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ തന്നിടുക നിൻ കൃപാവരങ്ങൾ പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ ശത്രു തന്നുടെ വിയമ്പുകളെ തൊടുത്തിടുന്നു തകർത്തിടുവാൻ തന്നിടുക നിൻ കൃപാവരങ്ങൾ പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ തന്നിടുക നിൻ കൃപാവരങ്ങൾ പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ ഭാരം പ്രയാസം ഏറും നേരത്തും ദുഃഖിതനായി ഞാൻ തീരും നേരത്തും ഭാരം പ്രയാസം ഏറും നേരത്തും ദുഃഖിതനായി ഞാൻ തീരും നേരത്തും മനമറിയും അരൂപനാഥൻ അരികിലുണ്ട് തളരുകില്ല തന്നിടുക നിൻ കൃപാവരങ്ങൾ പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ തന്നിടുക നിൻ കൃപാവരങ്ങൾ പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ ഈശാനമൂലൻ അടിച്ചുയർന്നോ ആശാവിഹീനൻ ഞാനായിടുമ്പോൾ ഈശാനമൂലൻ അടിച്ചിടുമ്പോൾ ആശാവിഹീനൻ ഞാനായിടുമ്പോൾ ഞാനാകുന്നവൻ ശബ്ദം പിൻപിൽ കേട്ടിടും ശബ്ദം പിൻപിൽ കേട്ടിടും തന്നിടുക നിൻ കൃപാവരങ്ങൾ പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ തന്നിടുക നിൻ കൃപാവരങ്ങൾ പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ ജീവകിരീടം തൻ കയ്യിലുള്ളോ ജീവപുസ്തകം തുറന്നിടുമേ ജീവകിരീടം തൻ കയ്യിലുള്ളോ ജീവപുസ്തകം തുറന്നിടുമേ ജീവിതശുദ്ധി പാലിച്ചവൻ ചാരത്തണഞ്ഞു മോദിച്ചിടാമേ മോദിച്ചിടുമേ തന്നിടുക നിൻ കൃപാവരങ്ങൾ പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ തന്നിടുക നിൻ കൃപാവരങ്ങൾ പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ തമ്മിൽ കണ്ടാനന്ദിക്കും നാൾ നമ്മൾ കണ്ണുനീർ തുടച്ചിടും നാൾ തമ്മിൽ കണ്ടാനന്ദിക്കും നാൾ നമ്മൾ കണ്ണുനീർ തുടച്ചിടും നാൾ എന്നു കാണാമോ എന്നു സാധ്യമോ എന്നു കാണാമോ എന്നു സാധ്യമോ അന്നോ തീരുവൻ ആരിൻ ദുരിതം അന്നോ തീരുവൻ ആരിൻ ദുരിതം തന്നിടുക നിൻ കൃപാവരങ്ങൾ പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ തന്നിടുക നിൻ കൃപാവരങ്ങൾ പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ ശത്രു തന്നുടെ തീയമ്പുകളെ തൊടുത്തിടുന്നു തൊടുത്തിടുന്നു ഭാരം പ്രയാസം ഏറും നേരത്തും ദുഃഖിതനായി ഞാൻ തീരും നേരത്തും ഭാരം പ്രയാസം ഏറും നേരത്തും ദുഃഖിതനായി ഞാൻ തീരും നേരത്തും മനമറിയും അരൂപനാഥൻ അരികിലുണ്ട് തളരുകില്ല തന്നിടുക നിൻ കൃപാവരങ്ങൾ പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ തന്നിടുക നിൻ
കയ്യിലുള്ളോ ജീവപുസ്തകം തുറന്നിടുമേ. ജീവിതശുദ്ധി പാലിച്ചവൻ ജീവിതശുദ്ധി പാലിച്ചവൻ ചാരനടഞ്ഞു മോദിച്ചിടുമേ ചാരനടഞ്ഞു മോദിച്ചിടുമേ. പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ കൃപാവരങ്ങൾ പോരാട്ടത്തിൽ ഞാൻ ശത്രുതന്നുടെ തീയമ്പുകളെ തൊടുത്തിടുന്നു ഈശാനമൂലം അടിച്ചിടുമ്പോൾ ആശാവിഹീനൻ ഞാനായിടുമ്പോൾ ഈശാനമൂലം അടിച്ചിടുമ്പോൾ ആശാവിഹീനൻ ഞാനായിടുമ്പോൾ ഞാനാകുന്നവൻ ശബ്ദം പിന്നിൽ കെട്ടിടും ശബ്ദം പിന്നിൽ ഞാനാകുന്നവൻ ശബ്ദം പിന്നിൽ കെട്ടിടും ശബ്ദം പിന്നിൽ കെട്ടിടും. കൃപാവരങ്ങൾ പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ കൃപാവരങ്ങൾ പോരാട്ടത്തിൽ ഞാൻ ഭാരപ്രയാസം ഏറും നേരത്തും ദുഃഖീതനായ തീരും നേരത്തും ഭാരപ്രയാസം ഏറും നേരത്തും ദുഃഖീതനായ തീരും നേരത്തും മനമറിയും അരുമനാഥൻ അരികിലുണ്ട് തളരുകില്ല അരികിലുണ്ട് മനമറിയുന്നവൻ അരുമനാഥൻ എന്നരികിലുണ്ട് തളരുകില്ല അരികിലുണ്ട് ഞാൻ തളരുകില്ല. വീടുകളിൽ കൃപാവരങ്ങൾ പോരാട്ടത്തിൽ പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ ശത്രുതന്നുടെ തീയമ്പുകളെ തൊടുത്തിടുന്നു തകർത്തിടുവാൻ വീടുകളിൽ കൃപാവരങ്ങൾ പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ വീടുകളിൽ കൃപാവരങ്ങൾ പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പകൽക്കാലം വെള്ളിയാഴ്ച പകൽക്ക് നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിൽ സ്തോത്രം ഈ സൂം പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് ഇടയാക്കുന്ന എല്ലാ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പി എസ് ജോർജ് അവർ ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ മധ്യ ആയിരിക്കുന്നല്ലോ. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഡെലവറിലുള്ള ദൈവസഭയിലെ ശുശ്രൂഷയ്ക്കായി കടന്നുവരുവാനിടയായി അവിടെ ഇന്നലെ വൈകിട്ട് ക്ഷേമത്തോടെ ഡെൻവറിലേക്ക് എത്തുവാനിടയായി. സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യ ആയിരിക്കുന്നല്ലോ. ഈ ദിവസങ്ങളിൽ പ്രത്യേക നാളെ വൈകിട്ടും അതുപോലെ ഇന്ന് വൈകിട്ടും നാളെ വൈകിട്ടും തിങ്കളാഴ്ച വരെയും നമ്മുടെ മധ്യയും ശുശ്രൂഷയ്ക്കായി സമയത്തെ വേർതിരിച്ചായിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ എപ്പോൾ നമ്മുടെ മധ്യേ കടന്നു വന്നാലും നമുക്ക് വലിയ അനുഗ്രഹവും വിടുതലുമാണ്. പ്രിയ ദൈവദാസനും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ കൂട്ടായ്മ വളരെ സന്തോഷമാണ്. സ്തോത്രം. പ്രത്യേകാല ഈ തിരക്കിനിടയിൽ ചില ആഴ്ചകൾക്ക് മാത്രമുള്ള ഒരു ട്രിപ്പാണ്. സ്തോത്രം. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ നമുക്ക് വേണ്ടി സമയം വേർതിരിപ്പാൻ ഇടയായതിൽ ദൈവത്തെ സ്തുതിക്കുകയും പ്രിയ ദൈവദാസനുള്ള പ്രത്യേക നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. ഇന്ന് പകൽക്കാലം കൂടി വന്ന എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ പ്രത്യേകം വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. നമുക്ക് അല്പസമയം ദൈവവാദത്തിലായിരിക്കുമ്പോൾ തുടർന്നുള്ള സമയം ദൈവവചനത്തിന്റെ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നയിക്കുന്ന പ്രകാരം പ്രിയ ദേവദാസ് ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യേ ദൈവത്തിന്റെ വചനം പറയും. സ്തോത്രം. എല്ലാവർക്കും പ്രാർത്ഥനയോടെ ദൈവസ്ഥലായിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ഹല്ലേലൂയ. ദേവദാസനെ തുടർന്ന സമയം വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കും. താങ്ക് യു മെൻസൺ പാസ്റ്റർ. കർത്താവിന്റെ അതിപരിശമായ നാമത്തിനായി സ്തോത്രം. തിരുവചനത്തിൽ ഒരു വചനമുണ്ട്, എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു.
ഈ അനുഗ്രഹീതമായ നല്ല പ്രഭാത ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ പാദപീഠത്തെങ്കിലായിരിക്കാൻ ദൈവം ഇടയാക്കി. ദൈവത്തിൻ്റെ എല്ലാ നടത്തിപ്പുകൾക്കായി സ്തോത്രം. ഇപ്രകാരം നിങ്ങളോടൊരുമിച്ചായിരിക്കുമെന്ന് ഞാൻ മാനുഷികമായി ചിന്തിച്ചില്ലെങ്കിലും ദൈവത്തിൻ്റെ മുൻനിർണയത്തിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. ഡെൻവർ എൻ്റെ സെക്കൻഡ് ഹോമാണ്. അത്രമാത്രം ഞാൻ സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുകയും കരുതുകയും ചെയ്യുന്ന എന്നെ സ്നേഹിക്കുന്ന കരുതുന്ന ദൈവജനത്തോടൊരു കുടുംബാംഗമായി എന്നെയും ദൈവം ഇതിൻ്റെ ഭാഗമാക്കി തീർത്തതിനായി സ്തോത്രം. പലപ്പോഴും ഓർക്കുകയാണ്, ഇതിനൊന്നും യോഗ്യതയുള്ളവനല്ലെങ്കിലും കർത്താവിൻ്റെ സ്നേഹമാണ് നമ്മളെ ഒരു കുടുംബമാക്കി തീർത്തത്. പ്രത്യേകിച്ച് പ്രിയ ബെൻസൺ ഭാഷയും ഫേബയും കുഞ്ഞുങ്ങളെ ഓർത്ത് സ്തോത്രം. തൻ്റെ കുഞ്ഞുങ്ങൾക്കൂടെ ദൈവം ഈ ദേശത്ത് ചെയ്യുന്ന മഹത്വകരമായ ശുശ്രൂഷയ്ക്കായി സ്തോത്രം. ദൈവം സഹായിക്കട്ടെ. പ്രിയ ബേച്ചാനും അമ്മാമി ദേശത്തായിരിക്കുന്നതും അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് പ്രിയ ജോയിച്ചാനും അമ്മാമിയെ ഓർത്ത് സ്തോത്രം. ഇത്രത്തോളം തൻ്റെ കുഞ്ഞുങ്ങളെ ദൈവം ബലത്തോടെ നിർത്തി. പിന്നെയും ഈ ദൈവസഭയ്ക്ക് ഒരു അനുഗ്രഹമായി ദൈവത്തിന് അന്യോട് സ്തോത്രം. ദൈവമായ കർത്താവ് നിർത്തട്ടെ. തോമസങ്ങള് കുടുംബം, അതുപോലെ പ്രിയ രൂപേന കുടുംബത്തിനായി സ്തോത്രം. ഞാൻ എപ്പോഴൊക്കെ ഈ ദേശത്ത് വന്നാലും പ്രിയ റോയിയും അതുപോലെ ടിൻസിയും ചെയ്യുന്ന എല്ലാ ശുശ്രൂഷയ്ക്കും ദൈവം പ്രതിഫലം കൊടുക്കട്ടെ. ഇത്ര മനോഹരമായൊരു ക്രമീകരണവും ഈ ദേശത്ത് ദൈവം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്തു. സിസ്റ്റർ ജെസ്സി ബാംഗ്ലൂരിൽ നിന്ന് കുടുംബമായിട്ട് അവരിവിടെ ആയിരിക്കുന്നതിനായി സ്തോത്രം. സിസ്റ്റർ ജെമി, എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. നമുക്ക് ഇത്രയും പേർക്ക് ഇന്ന് രാവിലെ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവമായ കർത്താവ് ഇടയാക്കി തീർത്തു. ദൈവത്തിൻ്റെ എല്ലാ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. 4-ാം സങ്കീർത്തനത്തിൽ അതല്ല എൻ്റെ ചിന്ത, ഒരു വചനമുണ്ട്, യഹോവ ഭക്തനെ തനിക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്നു. 12-ാം അധ്യായത്തിലേക്ക്, സങ്കീർത്തനം 12-ലേക്ക് വരുമ്പോൾ ഒരു വലിയ നിലവിളി നമുക്ക് കേൾക്കാൻ സാധിക്കും. യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരി കുറഞ്ഞിരിക്കുന്നു. ദൈവം അവിടെയായി ചില വിശ്വസ്തന്മാരെ നിർത്തുന്നതിൻ്റെ നന്മയാണ് ഈ ദേശം അനുഭവിക്കുന്നത്. അങ്ങനെ ഒരു ഗണമായി, ഒരു ശേഷിത ഗണമായി ദൈവം ഈ ഡെൻവറിൽ ദൈവസഭയെ എത്രത്തോളം വളരുമാറാക്കി. പ്രിയ ജോയിച്ചാനെ കഴിഞ്ഞ രാത്രി പങ്കുവെക്കുവാനിടയായി. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇത്രത്തോളം ദൈവം നമ്മളെ വളർച്ചയിലേക്ക് കൊണ്ടുവന്നു. ആമേൻ. ഇവനെന്തു ഭവിക്കുമെന്നറിയുവാൻ നോക്കി നിന്നവരുടെ നടുവില്, ഉയർച്ച കാണാനല്ല തകരുന്നത് കാണാൻ നോക്കി നിന്നവരുടെ നടുവില് ഇത്രത്തോളം വളരുമാറാക്കിയ ദൈവകൃപയ്ക്കായി സ്തോത്രം. നിങ്ങൾ ഈ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. പ്രത്യേകിച്ച് വലിയൊരു ആത്മഭാരത്തോട് ദൈവസഭ ഈ ദിവസങ്ങളില് കുഞ്ഞുങ്ങളുടെ ആത്മീയ വർധനവിന് വേണ്ടി വേർതിരിച്ചതൊരിക്കലും വൃഥാവല്ല. അവിടെയായി ദൈവം തൻ്റെ സഭയെ ആത്മാവില് ഉണർത്തുന്നതിനായി സ്തോത്രം. കഴിഞ്ഞ 2023 ജൂൺ മുതൽ ഒരു പ്രത്യേക ദർശനത്തോട് അടിയങ്ങളെയും സഭയായി, ഞാൻ ഈ സഭയുടെ ഭാഗമായതുകൊണ്ടാണ് പറയുന്നത്, ഒരു വലിയ ആത്മഭാരം ദൈവം തരുവാനിടയായി. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീനെന്നുള്ള ആ ദൈവശബ്ദത്തിന്റെ മുമ്പിൽ തലമുറയ്ക്ക് വേണ്ടി വേർതിരിപ്പാൻ, പ്രാർത്ഥിപ്പാൻ ഒക്കെ ഈ ദിവസങ്ങളിൽ ഇടയായി. ഇവിടെ വന്നപ്പോൾ അങ്ങനെ ഒരു നിയോഗവും ദൈവം സഭയ്ക്ക് തന്നതിനായി സ്തോത്രം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വളരുമാറാക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ആമേൻ. പ്രത്യേകിച്ച് ഇന്ന് രാവിലെ നാം ഒരുമിച്ച് പാടിയ ആ പാട്ട്, ഈശാനമൂലൻ അടിച്ചപ്പോൾ ഞാനാകുന്നവനെന്ന് പറഞ്ഞ് നമ്മളെ ഇത്രത്തോളം കൊണ്ടുവന്ന ദയക്കായി സ്തോത്രം. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് കഴിഞ്ഞ രാത്രിയിലും ഇന്ന് രാവിലെയും ഒക്കെ അല്പസമയം പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നപ്പോൾ ഒരു വചനം ഇങ്ങനെ ദൈവാത്മാവ് കൂടെ സംസാരിപ്പാനിടയായി. ഒരു പ്രിപ്പയർ ചെയ്ത വചനം, അതിനൊക്കെ അപ്പുറത്ത് ദൈവാത്മാവ് ഇന്ന് രാവിലെ നമ്മളോട് സംസാരിക്കട്ടെ. 119-ാം സങ്കീർത്തനം 126-ാമത്തെ വാക്യം, സാംസ് 119:126. താങ്ക് യു റോയ്. ദൈവത്തിന് സ്തോത്രം. അവിടെ നമ്മൾ വായിക്കുന്നു, യഹോവേ ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു, അവർ നിന്റെ ന്യായപ്രമാണം ദുർബലമാക്കിയിരിക്കുന്നു. It is time for the Lord to act. Amen. Lord to act, for your law has been broken. ഒരു വലിയ പ്രതിസന്ധിയിൽ ന്യായപ്രമാണത്തെ ഇല്ലായ്മ ചെയ്ത്, എന്താ പറഞ്ഞാൽ അതിനെ അവൻ മുറിച്ചു കളഞ്ഞ്, അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഒരു ഭക്തൻ ഒറ്റയ്ക്ക് നിന്ന് പ്രാർത്ഥിക്കുക, യഹോവേ ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാണ്. ഇന്ന് രാവിലെ കാലം ഈ വചനത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഒരു നിമിഷം ഈ വചനത്തിനായി ഒന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. സ്വർഗീയ പിതാവേ,
ഇന്ന് രാവിലെ ഞങ്ങൾ ഒരുമിച്ച് നിന്റെ വചനത്തിന്റെ മുമ്പിലായിരിക്കുന്നു. അങ്ങയോളം ശക്തിയുള്ള നിന്റെ വചനത്തിനായി സ്തോത്രം. ഡെൻവർ ദൈവസഭ ദൈവവചനത്തിന് വേണ്ടി നിലകൊള്ളുന്നല്ലോ കർത്താവേ. ഇന്ന് പല കാലം നിന്റെ കുഞ്ഞുങ്ങളെ നീ സഹായിക്കണം. നിന്റെ ദാസൻ, കുടുംബം, ദൈവസഭ എല്ലാ പ്രിയപ്പെട്ടവരെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് രാവിലെ ഓഫീസില്, ജോലിയില്, സ്കൂളില്, കോളേജിലൊക്കെ ആയിരിക്കുന്നവർക്കായി സ്തോത്രം. ഒരു ദൈവപ്രവൃത്തി, വചനത്തിന്റെ ശക്തി ദിവസങ്ങളിൽ ഞങ്ങൾ അനുഭവിച്ചറിയട്ടെ. ഇന്ന് രാവിലെ ഇനി ഞങ്ങളോട് കൃത്യമായി സംസാരിക്കണം. അവിടുത്തെ മാറ്റമില്ലാത്ത വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. ഇന്ന് രാവിലെ നാം ഈ വചനത്തിന്റെ മുമ്പിലായിരിക്കുന്നു. കർത്താവ് നമ്മളോട് സംസാരിക്കട്ടെ. നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്, നമ്മുടെ കർത്താവ് സമയത്തിനും സ്പേസിനും എല്ലാം അതീതനാണ്. നമ്മുടെ കർത്താവ് സമയത്തിനൊക്കെ അധീനനാണ്, സ്പേസിന്. അവനെല്ലാം നമ്മൾ യാക്കോബിന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. യാക്കോബ് 1:17-18 നാം വായിക്കുന്നു, നമ്മുടെ കർത്താവിന് ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ല. ദൈവത്തിന് സ്തോത്രം. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. ഇതിനൊക്കെ അപ്പുറമാണ് നമ്മുടെ ദൈവം. നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന് അവൻ തൻ്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. ദൈവത്തിനോട് സ്തോത്രം. അപ്പൊ നമ്മുടെ കർത്താവ് സമയബന്ധിതനല്ല, സമയത്തിനൊക്കെ അധീനനാണ്. എന്നാൽ നമ്മളോടുള്ള ബന്ധത്തില് നമ്മളിവിടെ വായിക്കുന്നു, ദൈവത്തിന് പ്രവർത്തിപ്പാനായിട്ടുള്ള സമയമാണിത്. ദൈവത്തിനോട് സ്തോത്രം. ഇങ്ങനൊരു ലോകാരംഭം മുതൽ ഇതുവരെ ഇതുപോലൊരു കാലഘട്ടം ലോക ചരിത്ര ആത്മലോകത്തിലാണെങ്കിലും ഭൗതിക മണ്ഡലത്തിലാണെങ്കിലും ഇതിൻ്റെ നടുവില് അവിടെയായി ഒരു ദൈവപ്രവർത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവവചനത്തിനായി സ്തോത്രം. വചനത്തെ ബന്ധിക്കുവാൻ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല ദൈവമക്കളെ. വചനം അതിൻ്റെ ക്രിയ ചെയ്തേ മടങ്ങി വരത്തുള്ളൂ. നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വചനവും അതുപോലെ എൻ്റെ അടുക്കൽ മടങ്ങി വരാതെ അയച്ച കാര്യം അത് നിവർത്തിക്കും. അതിന് കർത്താവ് പറഞ്ഞ ഒരു ആലങ്കാരിക പ്രയോഗം നമുക്കറിയാം. മഴയും ഹിമവും ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് പെയ്തിറങ്ങിയാൽ മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്ന വിത്തിന്റെ മുകളില് ഈ ജലഗണങ്ങൾ വീണ് കഴിയുമ്പോൾ അത് മുളച്ചു വന്ന് വിത്തായി പുറത്തു വരുന്നത് പോലെ ദൈവത്തിന്റെ വചനത്തെ ബന്ധിക്കുവാൻ ആർക്കും കഴിയത്തില്ല. പൗലോസ് പറയുന്നു, എന്നെ ബന്ധിക്കാൻ പറ്റും, പക്ഷെ വചനത്തിന് ബന്ധനമില്ല. നമ്മൾ ആ തിരുവചനത്തിൽ വായിക്കുന്നു, ആ വചനം ദൈവമായിരുന്നു. ദൈവത്തിന് എന്തോ ചെയ്യാൻ പറ്റുമോ അതെല്ലാം വചനത്തിനും ചെയ്യാൻ പറ്റും. അതാ ഈ ദൈവവചനത്തിന്റെ പ്രത്യേകത. ഇന്ന് രാവിലെ ഒരു വചനം നമുക്ക് വേണ്ടി വെളിപ്പെട്ടാൽ അത് ദൈവത്തിന് സ്തോത്രം, അത് ദൈവമാണ്. നമ്മൾ തിരുവചനത്തിലൊക്കെ വായിക്കുന്നുണ്ടല്ലോ, ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു, 19-ാം അധ്യായം 13-ാം വാക്യം, അവന് ദൈവവചനമെന്നു പേര്. ഹല്ലേലൂയ. അപ്പൊ ഈ വചനം എന്ന് പറയുമ്പോൾ ദൈവമാണത്. അത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ വചനം നമ്മളിൽ എങ്ങനെ രൂപാന്തരപ്പെടുത്തുന്നറിയാമോ? ഹല്ലേലൂയ. റോമാലേഖനം 10:8 നാം വായിക്കുന്നുണ്ട്, വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. നോക്കണേ, ആ ദൈവമായിരുന്ന വചനം, ദൈവത്തിനോട് സ്തോത്രം, അത് നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ വായിലുമുണ്ട്. അപ്പൊ നമുക്കത് പ്രവൃത്തിപഥത്തിലേക്ക് വരുവാനായിട്ടിടയാകും. വിശ്വാസത്താൽ നാം അത് ഏറ്റെടുക്കുമ്പോൾ അതതിൻ്റെ പ്രവൃത്തി ചെയ്യുവാനിടയായിത്തീരും. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് സഭയോടുള്ള ബന്ധത്തില് ഇതൊരു ദൈവപ്രവൃത്തിയുടെ സമയമാണ്. സഭാപ്രസംഗിൽ നാം വായിക്കുന്നു, എല്ലാറ്റിനും ഒരു കാലമുണ്ട്. കരയാൻ ഒരു കാലം, ദൈവത്തിന് സ്തോത്രം, പണിയാൻ ഒരു കാലം. ഇത് ദൈവസഭയോടുള്ള ബന്ധത്തില് ഒരു ദൈവപ്രവൃത്തിയുടെ ഒരു സമയമാണിത്. ദൈവത്തിനോട് സ്തോത്രം. അവൻ അവധി വെക്കുന്ന ദൈവമല്ല. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നു, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന
തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. അവധി വെക്കാതെ ചില വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ നീതി അവൻ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. ദൈവം എനിക്ക് തന്ന ചിന്ത മറ്റൊന്നാണെങ്കിലും സഭയോടുള്ള ബന്ധത്തിൽ ഒരു വചനം ദൈവാത്മാവ് വെളിപ്പെടുത്തി തരുന്നത്, ആമേൻ, നമുക്കറിയാം ഒരു വലിയ പ്രതിസന്ധിയിൽ കൂടെ യഹൂദാജനം കടന്നു പോകുക. ഇവരെ കൊന്നുമുടിക്കുവാൻ ആമേൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഹാമാൻ ഒരു രേഖയൊക്കെ എഴുതി പദ്ധതിയൊക്കെ തയ്യാറാക്കിയ സമയത്ത് നമുക്കറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ വാർത്ത കേട്ട് ശൂശം പട്ടണം കലങ്ങിപ്പോയി. 127 സംസ്ഥാനങ്ങളിൽ ചിതറിപ്പാർക്കുന്ന യഹൂദ ജനത്തെ കൊന്നുമുടിക്കുവാൻ ദുഷ്ടം പദ്ധതിയിട്ട് അതിന് ഈ യഹൂദനോട് മൊത്തത്തോടെ പോരാടാൻ കാരണം എന്നാണെന്നറിയാമോ? അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനുണ്ട്, അവൻ്റെ പേര് മൊർദെഖായി എന്ന്. ഇവൻ കോംപ്രമൈസ് ചെയ്യുന്നവനല്ല. ആമേൻ. എത്ര വലിയ നേതാവാണെങ്കിലും എത്ര വലിയ കഴിവുള്ളവനാണെങ്കിലും ജീവനുള്ള ദൈവത്തിൻ്റെ മുമ്പിലല്ലാതെ ഈ മൊർദെഖായി മുട്ടുമടക്കത്തില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ അവൻ കരയും, ദൈവത്തിൻ്റെ മുമ്പിൽ അവൻ രട്ടുടുക്കും. എന്നാൽ മറ്റൊരാളുടെ മുമ്പിൽ അവൻ താഴത്തില്ല. ഇന്ന് രാവിലെ കാലം ദൈവത്തിന് സ്തോത്രം, പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, യേശുവിന്റെ നാമത്തിൽ ആമേൻ, നിന്നെ ടാർഗറ്റ് ചെയ്ത് ദുഷ്ടൻ എഴുതിയ ചില രേഖകളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ അതത്ര ശക്തമായിരുന്നാലും എത്ര കഠിനമെന്ന് തോന്നിയാലും ഇന്ന് രാത്രി പകൽക്കാലം ദൈവം വിടുതൽ തരുവാൻ ശക്തനാ. നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്, ആരാം രാജാവ് അവൻ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം പാളിപ്പോകുന്നു. ആമേൻ. മന്ത്രിമാരെ വിളിച്ചു, ശകുനവാദികളെ വിളിച്ചു ചോദിച്ചു, നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് ഒന്നും ഇംപ്ലിമെന്റ് ആകുന്നില്ല, ആരാ രഹസ്യം ചോർത്തുന്നത്? ആ സമയത്ത് ആമേൻ ഒരു മന്ത്രി വന്ന് പറഞ്ഞു, രാജാവേ, നിനക്ക് തെറ്റുപറ്റിപ്പോയി. ഈ രാജ്യത്താരും ശത്രുപക്ഷത്ത് കൊണ്ടുപോയി ഒറ്റി കൊടുക്കുന്നതല്ല. ആമേൻ, നീ ശയനഗ്രഹത്തിലിരുന്ന് പറയുന്നത് വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു ദൈവം ഉണ്ട്. അത് വെളിപ്പാടിൽ പ്രാപിക്കുന്ന ഒരു ഏലിശ അപ്പുറത്തുണ്ട്. അവൻ പ്രാർത്ഥനയ്ക്ക് മുഴങ്കാലും അടക്കുമ്പോൾ ശത്രുവിന്റെ പ്രവർത്തന പദ്ധതികളെ ദൈവം അവന് വെളിപ്പെടുത്തി കൊടുക്കും. ഈ സഭയുടെ ഫൗണ്ടേഷൻ, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്ന ചില മാതാക്കള് അവിടെ ഉള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ കഴിവുള്ളിടത്തോളം നമ്മുടെ ഈ ഓൺലൈൻ മീറ്റിങ്ങിൽ കയറാറുണ്ട്. അത് നിശ്ചയമായി ദൈവദാസന്റെ വചന ശുശ്രൂഷ ഒത്തിരി ബലം പകരുന്നതാണ്. എന്നാൽ അതിലുപരിയായിട്ട് എന്നെ ഒത്തിരി ബലപ്പെടുത്തുന്നത് നമ്മുടെ മീറ്റിങ്ങിന് തൊട്ട് മുമ്പേ ഉള്ള ഒരു പ്രെയർ സെഷൻ ഉണ്ടല്ലോ, ദൈവത്തിന് സ്തോത്രം. അതിനകത്തിൽ നിന്നുള്ള ആ പ്രാർത്ഥന ആത്മാവിൽ നമ്മളെ കത്തിക്കുന്നതാ. എന്നെ കേൾക്കുന്ന മാതാക്കളെ, പിതാക്കന്മാരെ, പ്രാർത്ഥന നിർത്തരുത്. പ്രാർത്ഥനയ്ക്കെതിരെയുള്ള വെല്ലുവിളികള് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം അതിൻ്റെ മേൽ കൈകാര്യം ചെയ്യും. ആമേൻ, ആമേൻ. സൈന്യം മുഴുവനും ഏലിശയുടെ കൂടാരത്തെ വളഞ്ഞപ്പോൾ ഗേഹസിക്ക് അത് കാണാൻ പറ്റിയില്ല. അവൻ നിന്ന് നിലവിളിച്ചപ്പോൾ ആമേൻ ഏലിശ ഒന്നേ പറഞ്ഞുള്ളൂ, കർത്താവേ, ഇവന്റെ കണ്ണൊന്ന് തുറക്കണമേ. അവൻ കണ്ണു തുറന്നപ്പോൾ പറഞ്ഞു എന്താണെന്നറിയാമോ? അവരോടുകൂടെ ഉള്ളതിനേക്കാൾ വലിയൊരു സൈന്യം നമ്മുടെ കൂടെ ഉണ്ട്. ആമേൻ. ഈ ദാനിയേലിന്റെ പ്രാർത്ഥനയോട് ഇത്രയും വെല്ലുവിളി വരാൻ കാരണം എന്നാ? ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവും അപ്പുറത്തുണ്ട്. ആരാധനയോട് പോരാട്ടം ഉണ്ടായിരുന്നത് കാണാൻ സാധിക്കുന്നു. എന്നാൽ ദാനിയേലിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? കാലസംഖ്യ പുസ്തകത്തിൽ നിന്ന് ഗ്രഹിച്ച്. ഏത് കാലസംഖ്യയാ? അവൻ എപ്പോഴും തിരുവഴുത്തുമായിട്ട് എപ്പോഴും ബന്ധപ്പെടുന്ന ഒരു മനുഷ്യനാ. കാലസംഖ്യ പുസ്തകത്തിൽ നിന്ന് ഗ്രഹിച്ചു. ഏത് കാലസംഖ്യ? യെരമ്യാവ് ഒരു പ്രവചനം പറഞ്ഞിരുന്നു. ഏതാ? ദൈവത്തിന് സ്തോത്രം. ആമേൻ. 70 സംവത്സരം കഴിയുമ്പോൾ ഇസ്രയേലിന്റെ പ്രവാസം തീരും. ആമേൻ. ദാനിയേൽ എണ്ണാൻ തുടങ്ങി. ഈ ദൂത് പറഞ്ഞിട്ട് എത്ര വർഷമായി? 69 വർഷമാകുന്നു. ഇത് ഒരു വിടുതലിന്റെ സംവത്സരമായത്. നാഥാ, ഈ വിടുതലിനെയും അവധി വെക്കുവാനിടയാകരുത്. ഈ ഭക്തൻ എന്ത് ചെയ്തെന്നറിയാമോ? ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ അവനെ തന്നെ മറന്ന് യെരുശലേമിന് നേരെ കിളിവാതിൽ തുറന്നു വെച്ച് 3 നേരം മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. യേശുവിന്റെ നാമത്തില് ദൈവസഭയെ, ഇത് ആമേൻ നാളുകൾക്ക് മുമ്പേ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ
വാഗ്ദത്തത്തിന്റെ നിവർത്തിയുടെ സംവത്സരമാ ഈ 2024 എന്ന് ദൈവാത്മാവ് പറയുക. യേശുവിന്റെ നാമത്തില് അവൻ ഫോഷ്ക് പറയുന്ന ദൈവമല്ല, വ്യാജം പറയുവാൻ അവൻ മനുഷ്യനല്ല. യേശുവിന്റെ നാമത്തില് ദൈവത്തിന്റെ ആത്മാവ് ദൈവദാസന്മാരിൽ കൂടെ ആമേൻ ദൈവത്തിന് സ്തോത്രം വ്യക്തിപരമായി അവൻ പറഞ്ഞ വാക്കുകൾ അവൻ ഒന്നും നിഷ്ഫലമായി പോകത്തില്ല. ആമേൻ. സ്തോത്രം സ്തോത്രം. ചോദിച്ചാൽ വർഷം കഴിഞ്ഞാലും നാള് നീങ്ങിയാലും കർത്താവ് വാക്കുമാറ്റി പറയുന്ന ദൈവമല്ല. തിരുവായി കൊണ്ട് അരുളി ചെയ്തത് അവൻ തൃക്കൈ കൊണ്ട് നിവർത്തിക്കുന്ന ദൈവമാ. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന് അവന്റെ ദൈവം നേക്കുമുള്ളത്. ആമേൻ. മനസ്സ് ഭാഷ ഇച്ചിരി കടന്നു പറയുന്നെങ്കിൽ ക്ഷമിക്കണമേ. ഇന്നലകളില് കണ്ണുനീരോടെ പലരും വിതച്ചത് ആത്മാവിൽ കൊയ്യാനായി ദേശത്തേക്ക് ദൈവം കൊണ്ടുവന്നത്. Praise you, Jesus. Hallelujah. Amen. ദൈവസഭയോടുള്ള ബന്ധത്തില് ഇതൊരു ഹാർവെസ്റ്റിംഗ് ടൈം ആയത്. അമേൻ. സ്തോത്രം സ്തോത്രം. ഇന്നലകളിൽ പറഞ്ഞത് പ്രാർത്ഥിച്ചത് അമേൻ ചുറ്റും നടന്ന് ദൈവത്തിന് സ്തോത്രം പല കുടുംബങ്ങളെ ടാർഗറ്റ് ചെയ്ത് വെച്ച് പ്രാർത്ഥിച്ചത് അതൊന്നും വൃഥാവാകത്തില്ല. ആമേൻ. ഇവരെവിടെ ഇരുന്നെന്ന് ചോദിക്കത്തക്ക ഉണക്ക് ഒരു കൂട്ടം ജനത്തെ ദൈവം കൊണ്ടുത്തരാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പല ഭാഷക്കാര് ദൈവാത്മാവ് പറയുന്നതിൽ ഒരു മൾട്ടി ലിംഗ്വൽ ഒരു ലാംഗ്വേജിലുള്ള വർഷിപ്പായിരിക്കും അടുത്ത തലത്തിൽ ദൈവം തരാൻ പോകുന്നത്. അതിനുവേണ്ടി ആത്മാവിൽ ഒരുങ്ങിക്കോണം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം അതുകൊണ്ടാണ് ഇത്രയും വെല്ലുവിളി ഉയർന്നു വരുന്നത്. ഗ്ലോറി ബഷക്ക. ഒരു ജഡത്തില് ആമേൻ ദൈവത്തിന് സ്തോത്രമുള്ള ഒരു പോക്കായിരുന്നെങ്കിൽ ഇത്രയും വെല്ലുവിളി വരത്തില്ലായിരുന്നു. എന്നാൽ ആത്മാവില് പ്രാർത്ഥിച്ച് മുന്നേറാൻ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഒരു വലിയ കൊയ്ത്ത് നമ്മുടെ മുമ്പിലുണ്ട്. ദൈവത്തിനോട് സ്തോത്രം ചെയ്യുന്നു. കണ്ണുനീരോടെ വിതച്ചത് ആർപ്പോടെ കൊയ്യുവാൻ ദൈവം ഇടയാകട്ടെ. സ്തോത്രം. ദാനിയേലിന്റെ പ്രാർത്ഥനയോട് ഇത്രമാത്രം വെല്ലുവിളി തന്നെ. ഈ സീസൺ ഒരു വിടുതലിന്റെ ടൈമാ. അവൻ പ്രാർത്ഥനയിൽ മുന്നേറാൻ തുടങ്ങി. ദൈവസഭയെ ദൈവം പ്രാർത്ഥനയ്ക്ക് വേണ്ടി കുഞ്ഞുങ്ങൾ ഒരുമിച്ച് ഇന്ന് രാവിലെ ആരോ പ്രാർത്ഥിച്ചപ്പോൾ അത് ഓർപ്പിച്ചല്ലോ. ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും സകല സമ്പത്തിനും ഒരു ശുഭയാത്ര യാചിക്കേണ്ടതിന് ആമേൻ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് വൃഥാവായി പോകത്തില്ല. ഇന്ന് പല കാലം നമുക്ക് മുമ്പേ കർത്താവ് കടന്നു എന്ന് ചില ദുർഘടങ്ങളെ നിരപ്പാക്കട്ടെ. ആത്മാവില് ബലമേറ്റെടുക്കുവാനിടയാകട്ടെ. യേശുവിന്റെ നാമത്തില് ആമേൻ. സ്തോത്രം. ഒത്തിരി സന്തോഷം. ആമേൻ. ദൈവസഭയ്ക്ക് തന്ന പിതാക്കന്മാർക്കായി മാതാക്കൾക്കായി ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ആമേൻ ആമേൻ ആമേൻ. ഇതിനെല്ലാം ഒന്ന് ആത്മാവിൽ കോർഡിനേറ്റ് ചെയ്യുവാൻ റോയ്മോനെ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. മനസ്സംഭാഷ ചിലരെ ഈ ദിവസങ്ങളില് വേലയ്ക്ക് വേണ്ടി വേർതിരിക്കണമെന്ന് ദൈവാത്മാവ് പറയുന്നല്ലോ. ചിലരെ കൈവച്ച് വേലയ്ക്ക് വേണ്ടി വേർതിരിക്കും. ജീസസ്. ഹല്ലേലൂയ. ഇന്ന് പല കാലം രക്തംശയം എടുക്കുന്നു. ദുഷ്ടം പല്ലുകടി ചുരുങ്ങിപ്പോകത്തക്ക ഓണക്ക് ദൈവമഹത്വം ഇതിനകത്തിൽ വെളിപ്പെടട്ടെ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ദാനിയേലിന്റെ പ്രാർത്ഥനയോട് ഇത്ര വെല്ലുവിളി വരാൻ കാരണം എന്നാ? ആമേൻ. ദാനിയേൽ പ്രാർത്ഥിച്ചാൽ കർത്താവിന് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. കാരണം ദാനിയേലിനെ പറ്റി പറയുന്നത് എന്താണെന്നറിയാമോ? ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ, ചിലരുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറികടക്കാൻ പറ്റത്തില്ല. ചിലരുടെ കണ്ണുനീരുണ്ടല്ലോ കർത്താവിന് കാണാൻ പറ്റത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഈ മറിയ കരഞ്ഞപ്പോൾ കർത്താവ് പറയും, എൻ്റെ മറിയെ നിന്റെ കണ്ണുനീര് എനിക്ക് കാണാൻ പറ്റത്തില്ല. 33 വർഷത്തെ തൻ്റെ ഐഹിക ജീവിതകാലത്തിലെ ശുശ്രൂഷ കഴിഞ്ഞ് നിയമരക്തവുമായി പിതാവിൻ്റെ അടുത്തേക്ക് കടന്നു പോകുമ്പോഴാ കല്ലറയ്ക്കൽ മറിയ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. മരിച്ചവരോട് സുവിശേഷം പറഞ്ഞ് ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് പോകുമ്പോൾ ആമേൻ കർത്താവിനത് അവളെ വേണേ ബൈപ്പാസ് ചെയ്യാമായിരുന്നു. പക്ഷെ അവിടെ കരച്ചിലിന് ദൈവം മറികടക്കാൻ പറ്റിയില്ല. ആമേൻ. ദൈവത്തിന് സ്തോത്രം. മറിയ, ഇപ്പം ഞാൻ വരേണ്ടിയവനല്ല, നിന്റെ കണ്ണുനീര് എനിക്ക് മറികടക്കാൻ പറ്റത്തില്ല. അങ്ങനെ ചിലരുടെ പ്രാർത്ഥന കർത്താവിന് മാറ്റിവെക്കാൻ പറ്റത്തില്ല. ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലിന്റെ പ്രാർത്ഥന, ദൈവത്തിനോട് സ്തോത്രം. ഈ ദിവസങ്ങളിലൊക്കെ ഞാനിത് പറയാൻ വന്നതല്ലെങ്കിലും ഇന്നലെ ഇന്നുമായിട്ട് ഞാൻ ഈ ദാനിയേലിന്റെ പ്രാർത്ഥന ഇങ്ങനെ ദൈവാത്മാവിനോട് സംസാരിപ്പാനിടയായി. ആമേൻ. ചിലതിനെ ദൈവം മടക്കിക്കൊണ്ടുവരട്ടെ.
ദാനിയേലിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കരുത്. ഇതാ ശത്രുവിന്റെ പദ്ധതി. അവൻ പ്രാർത്ഥിച്ചാൽ കർത്താവ് അടങ്ങിയിരിക്കത്തില്ല. ദൈവം എഴുന്നേറ്റാൽ പ്രവാസികൾ മടങ്ങി വരും. പ്രവാസികൾ മടങ്ങി വന്നാൽ ആലയം പണിയും. ആലയം പണിതാൽ ദൈവമഹത്വം വെളിപ്പെടും. ദൈവമഹത്വം വെളിപ്പെട്ടാൽ ദേശത്ത് ശത്രുവിന് ഇരിക്കാൻ പറ്റത്തില്ല. ഒരഭിഷക്തന്റെ പ്രാർത്ഥനയെ അവനെ നിരാശപ്പെടുത്തിയാൽ ഇതെല്ലാം നടക്കുമെന്ന് വെച്ചാ ഇത്രയും വെല്ലുവിളി വന്നത്. പ്രാർത്ഥന നിർത്തരുതേ, ആ കരം താഴുവാനിടയായി തീരരുത്. ദൈവത്തിനോട് സ്തോത്രം. നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്, ഹാമാൻ ദൈവജനത്തിനെതിരെ പദ്ധതികൾ ആവിഷ്കാരം ചെയ്തപ്പോൾ വാർത്ത കേട്ട് ശൂശം പട്ടണം കലങ്ങിപ്പോയി. ആ സമയത്ത് മൊർദെഖായി പറയുക, എസ്തേറിനോട് പറഞ്ഞ്, നമ്മളെ ഇത് യാദൃച്ഛ സംഭവിച്ച ഒന്നുമല്ല. എന്നെ കേൾക്കുന്ന കർത്താവിന്റെ ദാസിമാരെ, ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ ഈ ദേശത്തേക്ക് ദൈവം കൊണ്ടുവന്നത് ഒരു ഭൗതിക ഉദ്ധാരണത്തിനപ്പുറത്ത് ഒരു ദൈവരാജ്യത്തിന്റെ വർധനവിന് വേണ്ടി ആ ദൈവം നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത്. ഒരു ഫൈനാൻഷ്യൽ വെൽബീയിങ്ങിനായിരുന്നു. അത് എവിടെ വേണേലും ദൈവത്തിന് ചെയ്യാൻ പറ്റും. പക്ഷെ കർത്താവ് നമ്മളെ കൊണ്ടുവന്ന സ്ഥാനം മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. മൊർദെഖായി എസ്തേറിനോട് പറയുക, നിന്നെ ഈ സ്ഥാനത്ത് ദൈവം കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയാ? ആമേൻ. സ്തോത്രം. താങ്ക് യു റോയ്മനെ. ദൈവത്തിന് സ്തോത്രം. 4:14 such a time as this. Hallelujah. Glory ബഷക്കറ. ഇന്ന് രാവിലെ കാലം ഹൃദയം നന്ദിയാൽ നിറയുക ശുഭന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഈ സമയം ശത്രുവിന് പ്രവർത്തിപ്പാനുള്ള സമയമല്ല. ഇത് നാശത്തിന്റെ സമയമല്ല. ഇത് ദൈവപ്രവൃത്തിയുടെ സമയമാ. ആ കർത്താവിന്റെ പ്രവൃത്തിയിൽ ചേർന്ന് നിൽക്കുവാൻ തയ്യാറാകുന്ന ദൈവജനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ എസ്തേറിനോട് പറയുക, ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീ നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്? ആർക്കറിയാം? such a time as this. ഇത് ഒരു ദൈവപ്രവൃത്തിയുടെ സമയമാണിത്. ആമേൻ, ആമേൻ. അതല്ല ഇന്ന് രാവിലെ കർത്താവ് പങ്കുവെക്കുവാൻ തന്ന വിഷയമെങ്കിലും എസ്തേർ പറയുക, ഞാൻ നിയമപ്രകാരമല്ലെങ്കിലും ദൈവസന്നിധിയിൽ കടന്നു ചെല്ലും. ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ. ശരീരത്തിന്റെ ബലഹീനത ഓർക്കാതെ ജോലിയേക്കാൾ വലുത് ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നത് രൂപൻ ബ്രദറെ ഒരിക്കലും വൃഥാവല്ല. അത് പോഷത്വമെന്ന് ലോകം പറഞ്ഞാൽ, സിസ്റ്ററെ, ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളെ ആക്കിയ ഒരു സ്ഥാനമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ ദൈവസഭയോടുള്ള ബന്ധത്തിൽ കർത്താവ് ചേർത്ത് നിർത്തിയത്, ആമേൻ, ദൈവം പണിതത്, നമ്മളെ ഒരുമിച്ചാക്കിയത് അവന്റെ രാജ്യത്തിന്റെ വർധനവിന് വേണ്ടിയാ. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തില് ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ ദൈവമഹത്വം വെളിപ്പെടട്ടെ. ചില വിഷയത്തിന്റെ മുമ്പിൽ ദൈവാത്മാവ് അങ്ങനെ പറയുന്നു, മനം കലങ്ങിയിരിക്കുന്ന ചില വിഷയത്തിന്റെ മേൽ. ഗ്ലോറി ഭാഷ. ഇന്ന് പല കാലത്തെ പ്രാർത്ഥനയില് ചിലതിന്റെ മേൽ ദൈവനീതി വെളിപ്പെടും കേട്ടോ, ശുഭന്റെ നാമത്തിൽ. ഇപ്പം കർത്താവ് പറയും, ഞാൻ മിണ്ടാതിരിക്കിയാൽ നിന്നെ പോലെ ഉള്ളവനെന്ന് വിചാരിച്ചു. എന്തോ ദൈവാത്മാവ് അങ്ങനെ സഭയോട് പറയുന്നുണ്ട്. ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളുവീൻ. ഭയത്തോടെ യഹോവയെ സേവിപ്പാൻ, വിറയിലോടെ അവന്റെ സന്നിധിയിൽ വരുവാൻ ദൈവമിടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാണ്. ഈ ദിവസങ്ങളില് അവൻ അവധി വെക്കത്തില്ല. ചില പ്രാർത്ഥനയുടെ മറുപടി, ചില സ്ഥലന്റെ ഭാഗമല്ല എങ്കിൽ പോലും ഇന്ന് രാവിലെ പറയട്ടെ, ഇത് ദൈവത്തിന് പ്രവർത്തിപ്പാനുള്ള സമയമാണ്. ദൈവം ചിലതിൻ്റെ മേൽ ദൈവത്തിന്റെ കരം നീട്ടുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാവിലെ കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനോടുള്ള ബന്ധത്തിൽ തന്ന ഒരു വചനം ദൈവം മറക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 8 മുതലുള്ള ചില വാക്യങ്ങൾ നമുക്കെല്ലാം അറിയാം. ലൂക്കോസിന്റെ സുവിശേഷം 8 മുതലുള്ള വാക്യം ഒരു നീണ്ട പാസേജാ. നമുക്കറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു സക്രിയാവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവൻ കൂറിന്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിന്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവന് നറുക്കു വന്നു. ഈ വേദഭാഗം നാം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇസ്രയേലില് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ
1 ദിനവൃത്താന്തം എടുത്ത് വായിക്കേണ്ട, നമുക്കറിയാവുന്ന ആഴമേറിയ ദൈവവചനം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സഭയായതുകൊണ്ട് 1 ദിനവൃത്താന്തം ഫസ്റ്റ് ക്രോണിക്കൽസ് 24 നാം വായിക്കുന്നുണ്ട്. ആരാധനയുടെ ക്രമീകരണത്തിന് വേണ്ടി ഇസ്രയേലില് 24 കൂറുകൾ ഉണ്ടായിരുന്നു. ആ 24 കൂറുകളിൽ 8ാമത്തെ കൂറാണ് അബിയാക്കൂർ എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ 24 കൂറിൽ ഒരു പുരോഹിതന് ശുശ്രൂഷിപ്പാൻ അവസരം ലഭിക്കുന്നത് 1 വർഷത്തിൽ 2 മാസമേ തനിക്ക് 2 ആഴ്ചയെ മാക്സിമം തനിക്ക് ശുശ്രൂഷിപ്പാൻ അവസരം ലഭിക്കത്തുള്ളൂ. 8ാമത്തെ കൂറെന്ന് പറയുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, നമുക്കറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പം ജനുവരി അവരുടെ കണക്കെന്ന് പറയുന്നത് ഏപ്രിൽ മാസമാണ്. മാർച്ച് കഴിഞ്ഞ് ഏപ്രിലാണ് അവരുടെ ന്യൂ ഇയർ ഒക്കെ തുടങ്ങുന്നത്. നമ്മുടെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ജനുവരി മാസത്തിൽ 2 പുരോഹിതന്മാര് 1-2 ആഴ്ചകളിൽ അങ്ങനെയാണ് ഇവരുടെ ടേൺ വരുന്നത്. 8ാമത്തെ കൂറായ അബിയാക്കൂറില് ദൈവത്തിന് സ്തോത്രം, നമുക്കറിയാം സക്കരിയാവെന്ന് പറഞ്ഞ മനുഷ്യൻ തൻ്റെ ടേൺ വന്ന സമയത്ത് ആലയത്തിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു പോകുക. നമ്മളിപ്പോൾ എടുത്ത ആ പാസേജില് ലൂക്കോസിന്റെ സുവിശേഷം 1:8 മുതൽ നമ്മൾ അതിൻ്റെ 25 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എല്ലാം എടുത്തു പറയുന്ന ഒരു പദപ്രയോഗമുണ്ട്: ടൈം, കാലം, സമയം. ദൈവത്തിന് സ്തോത്രം. പല പ്രാവശ്യം അത് ഇന്ന് രാവിലെ ഞാൻ ഭവനത്തിൽ ഇവിടെ ധ്യാനിച്ചപ്പോൾ അത് ദൈവാത്മാവ് ഇങ്ങനെ അത് എടുത്തെടുത്ത് പറയുവാനിടയായി. ഒരു ദൈവപ്രവൃത്തിയുടെ സമയമായത് നമുക്കറിയാം. അങ്ങനെ താന് ആ ടേൺ അനുസരിച്ച് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിനൊരു പ്രത്യേകതയുണ്ട്. സാധാരണ അവിടെ ആലയത്തിലെ ഒരു ചടങ്ങുണ്ട്, ഒരു ആരാധനയുടെ ഒരു ക്രമമുണ്ട്. അത് കഴിഞ്ഞ് മറ്റു പല പുരോഹിതന്മാരിൽ നിന്നും വ്യത്യസ്തമായി ഈ മനുഷ്യൻ പ്രാർത്ഥനയ്ക്ക് കുറെ സമയം വേർതിരിക്കുന്ന ഒരു മനുഷ്യനായി സക്കരിയാവ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അതിന് കുറെ സമയം താൻ എടുക്കും പ്രാർത്ഥനയ്ക്ക്. അവിടെ ധൂപപീഠമുണ്ട്, ധൂപവർഗമുണ്ട്. അങ്ങനെ ധൂപം കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദൈവത്തിന്റെ ദൂതൻ അവന് പ്രത്യക്ഷനായി. കാരണം അങ്ങനെ ഒരു ഇടപെടിയിൽ ഒരു എൻകൗണ്ടർ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനാ മുറിയില് ദൈവമക്കളെ ഒരു എൻകൗണ്ടർ കർത്താവ് തരുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. ഒരു ദൈവപ്രത്യക്ഷത, ഒരു ദൂതന്റെ ഒരു എൻകൗണ്ടർ ഉണ്ടായിട്ട് പേര് ചൊല്ലി അവനെ വിളിക്കുക, സക്രിയാവേ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ ദേശത്തിന് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, വ്യക്തിപരമായി നമ്മുടെ വിഷയത്തിന്റെ മേൽ ദൈവാത്മാവിന്റെ ഒരു ഇടപെടലിന്റെ പകലാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ഇപ്പോൾ ഇവരെ പറ്റി പറയുന്നു, അവരിരുവരും ദൈവസന്നിധിയില് നേരുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും പ്രമാണങ്ങളിലും കുറ്റമറ്റവരുമായിരുന്നു. ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഇവര് നന്നാ വയസ്സ് ചെന്നു. ആമേൻ. ദൈവത്തിന് സ്തോത്രം. വർഷങ്ങൾക്ക് മുമ്പേ പ്രാർത്ഥിച്ചു തുടങ്ങിയ ഒരു വിഷയം നമുക്കെല്ലാം അറിയാവുന്നതാ. ഇപ്പം പ്രാർത്ഥിക്കാതെ മാറ്റിവെച്ചേക്കുന്ന ഒരു വിഷയത്തിന്റെ മേൽ എന്താ? അവർക്കൊരു തലമുറയില്ല. ഇപ്പം എലിസബത്തിനെ വിളിക്കുന്ന പേരെന്താണെന്നറിയാമോ? മച്ചി, കൺഫേംഡ. ഇനി ഒരിക്കലും ഒരു പുത്രോത്പാദനം നടക്കത്തില്ല. ബാരനായിട്ടുള്ള ഒരു സഹോദരി. ഇന്ന് രാവിലെ ഇതിനോടുള്ള ബന്ധത്തിൽ 2 കാര്യം പറയട്ടെ. തലമുറയോടുള്ള ബന്ധത്തില് ദൈവത്തിന് സ്തോത്രം, ചില ദൈവപ്രവൃത്തി കർത്താവ് ചെയ്യുന്ന സീസണായത്. ആമേൻ. ആത്മാവില് ഒരു തലമുറയെ ജനിപ്പിക്കുവാൻ ദൈവസഭയെ ദൈവം എക്വിപ്പ് ചെയ്യുന്ന ഈ കാലഘട്ടത്തിനായി സ്തോത്രം. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഇവിടെ പറയുക, നിന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അവന് നീ വേണം യോഹന്നാൻ എന്ന് പേരിടുവാൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിനക്ക് അത് ആ വേദഭാഗമൊക്കെ നമുക്കറിയാനായിട്ട് സാധിക്കും. ദൈവമക്കളെ, ഇന്ന് രാവിലെ ആത്മാവിൽ ഒരുങ്ങിക്കോണം ചിലതിനെ പേരിടുവാനായിട്ട്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ചില ആത്മീക കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുവാൻ, അവരെ ആത്മാവിൽ വളർത്തുവാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഇന്ന് പല കാലം കർത്താവ് നമ്മുടെ തലമുറയോടുള്ള ബന്ധത്തില് അവർ
ദൈവമക്കളെ, അവരുടെ കഴിവിലല്ല, അവരുടെ ബുദ്ധിയിലോ അവരുടെ പ്രൊഫഷനിലോ അല്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് ശീമോന്റെ മക്കളെ പറ്റി പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു, കർത്താവിൽ പ്രസിദ്ധനായ രൂഫേസിനും എന്ന് പറയുന്നത് പോലെ അവർ കർത്താവിന്റെ സന്നിധിയിൽ വലിയവരാകുവാൻ ദൈവം ഇടയാക്കി തീർക്കട്ടെ. കർത്താവ് ദൈവസഭയ്ക്ക് തന്ന എല്ലാ കുഞ്ഞുങ്ങളും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവസന്നിധിയിൽ അവർ വലിയവരായി തീരട്ടെ. ദൈവത്തിന് എന്നോട് സ്തോത്രം. ആമേൻ. സഖരിയാവേ, ആമേൻ, ദൈവത്തിന് സ്തോത്രം. ഈ ദൂത് പറഞ്ഞ സമയത്ത് സഖരിയാവിന് അത് ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞില്ല. സഖരിയാവിന്റെ മറുപടി നമുക്കറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. സഖരിയാവ് 18-ാം വാക്യം, സഖരിയാവ് ദൂതനോട്, ഞാൻ എന്തൊന്നിനാൽ അറിയും? ഞാൻ വൃദ്ധനും ആമേൻ എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളുമല്ലോ എന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ കാലം ദൈവമക്കളെ, ദൈവം സഭയോടുള്ള ബന്ധത്തില് ദൈവം ചിലത് ചെയ്യുന്ന ഒരു ടൈമായത്. ചില വർഷങ്ങളായി രാപ്പകലില്ലാതെ പ്രാർത്ഥിക്കുന്ന ചില മറുപടിയുടെ ഒരു സമയമായത്. ഒരുപക്ഷെ നമുക്കത് വിശ്വസിപ്പാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു പദപ്രയോഗമുണ്ട്. ആമേൻ. ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകരുത്. ആമേൻ. ദൈവത്തിന് എന്നോട് സ്തോത്രം. ഈ ദൂതനൊരു പ്രത്യേകതയുണ്ട്. ഈ ദൂതൻ മനസ്സലി ഒന്നുമില്ല. അവർക്ക് ഈ വെട്ടൊന്നും മുറിരണ്ട് കാര്യം സാധിപ്പിച്ച് ദൈവസന്നിധിയിൽ റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് ഈ ദൂതന്മാർക്കുള്ളൂ. നമുക്കറിയാം, ഈ അശൂർ പാളയത്തിൽ ഒരു ദൂതൻ പോയിട്ട് വന്നതാ. ഒറ്റ രാത്രി കൊണ്ട് 1,85,000 പേരെ തകർത്തേച്ച് റിപ്പോർട്ട് കൊണ്ട് കൊടുത്തു. ഒരിക്കലും ഈ ദാനിയേലിന്റെ പ്രാർത്ഥനയെ തടഞ്ഞ പാർസി പ്രഭുവിനോടുള്ള ബന്ധത്തിൽ തമ്പുരാൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞിന്റെ പ്രാർത്ഥനയുടെ മറുപടി 1-ാം തീയതി ഞാൻ കൊടുത്തതാ. 21 ദിവസമായിട്ടും അവന്റെ സന്നിധി കിട്ടിയിട്ടില്ല. റിപ്പോർട്ട് 24 മണിക്കൂറിനുള്ളിൽ സമർപ്പിക്കണമെന്ന് ദൂതന് കമാൻഡ് കൊടുത്തു. ഒറ്റപ്പോക്ക്. ദൈവത്തിന് സ്തോത്രം. ഭക്തന്റെ പ്രാർത്ഥനയെ തടഞ്ഞ പാർസി പ്രഭുവിനെ വെട്ടിമാറ്റി ദൈവത്തിന് സ്തോത്രം റിപ്പോർട്ട് കൊണ്ട് കൊടുത്തു. ഇതായി ദൂതന് ഈ മനസ്സലി ഒന്നുമില്ല. അതാ ഒരിക്കലും കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ നടക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ദുശാഠ്യമുള്ളവരാ, ഞാൻ ദൂതനെയൊക്കെ തരാമെന്ന് പറഞ്ഞപ്പോൾ മോശ ഇതിനെക്കാട്ടി ബുദ്ധിമാനാ. മോശ പറഞ്ഞു, കർത്താവേ അത് മനസ്സിൽ വെച്ചേരി, ഞാൻ പോകുന്നില്ല കനാനില്. ദൂതന്റെ കൂടെ പോകുന്ന പ്രശ്നമേ ഇല്ല. ദൈവത്തിന് എന്നോട് സ്തോത്രം. എനിക്ക് ദൂതനെ അല്ല വേണ്ടിയത്. ആമേൻ. നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ അയക്കരുത്. ആമേൻ. കർത്താവ് മനസ്സലിവുള്ളവനാ. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ഈ ദൂതൻ ക്ഷമിക്കാനൊന്നും അറിയത്തില്ല. അതാ ഈ ദൂതൻ ഈ സഖരിയാവിനോട് പറഞ്ഞത്, അതൊന്നും എനിക്ക് അറിയത്തില്ല. ഇവിടെ പറയുന്നുണ്ട്, തക്ക സമയത്ത് നിവർത്തിക്കേണ്ട ദൈവത്തിന്റെ അരുളപ്പാട് നീ വിശ്വസിക്കായ കൊണ്ട് അത് നടക്കുന്നിടം വരെ നീ ഇനി മിണ്ടണ്ട. ദൈവത്തിന് സ്തോത്രം. നാക്ക് തമ്പുരാൻ ക്ലിപ്പിട്ടു. ദൈവത്തിനോട് സ്തോത്രം. ഇന്ന് പലക്കാലം ദൈവപ്രവർത്തിക്കെതിരെ ആമേൻ നാവ് എടുക്കുന്നതിൻ്റെ മേൽ ദൈവം കൈകാര്യം ചെയ്തോളൂ. ആമേൻ. ഇന്ന് പലക്കാലം വൈറസ് പോലെ ദൈവജനത്തിന്റെ ഇടയിൽ അവിശ്വാസം പറഞ്ഞു പരത്താൻ ആരെങ്കിലും പദ്ധതി ഇട്ടാൽ തമ്പുരാൻ അത് കൈകാര്യം ചെയ്തോളൂ. പ്രൈസലോ. ദൈവസന്നിധി വന്ന് ഊമരായി പോകാൻ ഇടയാകരുത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. അത് നീ അങ്ങനെ കാരണം ഇതിന് അവധി വെക്കാൻ പറ്റത്തില്ല. ദൈവത്തിന് താമസിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്നറിയാമോ? സഖരിയാവേ, നിന്റെ പ്രാർത്ഥന തടഞ്ഞത് ശത്രു അല്ല. ആമേൻ. നിന്റെ ഭാര്യയെ ലോകം മുഴുവനും നിന്ദിച്ചത് ഞാൻ അറിഞ്ഞോണ്ടാ. ആമേൻ. മച്ചിയെന്ന് വിളിപ്പാനാ ഞാൻ അനുവദിച്ചത്. കാരണം എന്താണെന്നറിയാമോ? എൻ്റെ സന്നിധിയിൽ ഇന്ന് രാവിലെ നമ്മൾ ഇത്രയും കുടുംബങ്ങളുണ്ടല്ലോ, നാം പ്രതീക്ഷിച്ചതുപോലെ പലതും നടക്കാതിരുന്നത്, നാം പ്രതീക്ഷിച്ചതുപോലെ പലതും നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹം പോലെ നമ്മുടെ തലമുറ ഉൾപ്പെടെ ആമേൻ പലരും പലതുമായി തീരാതിരുന്നത് ദൈവം അനുവദിച്ചതാ. ദൈവമക്കളെ, എല്ലാരെ പോലെ നമ്മളെ ദൈവത്തിന് മാറ്റാൻ പറ്റത്തില്ല. സഖരിയാവേ, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി തടഞ്ഞത് ഞാനാ. കാരണം എന്താണെന്നറിയാമോ? എൻ്റെ സന്നിധിയില് ആമേൻ ദൈവത്തിന് സ്തോത്രം നിങ്ങളെപ്പോൾ ഒരു നിഷ്കളങ്കരില്ല. കാരണം എന്താ? നിന്റെ മകൻ യോഹന്നാനാ
ദൈവപുത്രനായ യേശുവിന് വഴിയൊരുക്കേണ്ടത്. നിന്റെ മകൻ യോഹന്നാനാ യേശുവിനെ സ്നാനപ്പെടുത്തേണ്ടത്. ആമേൻ, ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവപുത്രൻ വെളിപ്പെടുന്നത് എപ്പോഴേ സംഭവിക്കത്തുള്ളൂ? നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു, കാലസമ്പൂർണതയിലെ ദൈവപുത്രൻ ജനിക്കാൻ പറ്റത്തുള്ളൂ. കൊലോസ്യ ലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും ഒക്കെ നാം വായിക്കുന്നു, ദ ഫുൾനെസ് ഓഫ് ടൈം ഹാസ് കം. ആമേൻ. പിന്നെയും ദൈവസഭയോട് പറയട്ടെ, ചില വാഗ്ദത്തത്തിന്റെ ഒരു നിവർത്തിയുടെ സീസണായത്. ഹല്ലേലൂയ. യോഹന്നാനെ, നിന്റെ മകനും യേശുവും തമ്മില് 6 മാസത്തെ അന്തരമേ കാണാവും. തക്ക സമയത്ത് ആമേൻ. പിന്നെയും ദൈവാത്മാവ് അത് പറയുക. ചില നമ്മുടെ കുടുംബത്തോട്, സഭയോടുള്ള ബന്ധത്തില് നാളുകളായി നാം പ്രാർത്ഥിക്കുന്ന, കേട്ട ദൈവശബ്ദത്തിന്റെ ഒരു നിവർത്തിയുടെ സമയമായത്. ആരൊക്കെ അതിന് തടസ്സം നിന്നാലും, ആരൊക്കെ അതിനെതിര് നിന്നാലും, യേശുവിന്റെ നാമത്തില് എത്ര വലിയ ഹെരോദാവ് എഴുന്നേറ്റാലും ഈ ശിശു ജനിക്കും, ഈ ശിശു വളരും. ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയാകും. ദൈവസഭയിൽ കൂടെ വെളിപ്പെടാൻ പോകുന്ന ദൈവപ്രവൃത്തിയെ തടയുവാൻ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. ദൈവം അത് ചെയ്യുവാൻ ശക്തനായ ദൈവം. ഇന്ന് രാവിലെ കാലം, ഇന്ന് അല്പസമയം ദൈവവചനത്തിന്റെ മുമ്പിലായിരുന്നു. കർത്താവേ, വിശ്വസിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി തരണമേ. ശിഷ്യന്മാര് പറഞ്ഞതുപോലെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. ആമേൻ. ഇന്ന് പല കാലം ദൈവപ്രവൃത്തി അവിശ്വസിക്കുവാനിടയാകരുത്. ആമേൻ. ഒരിക്കല് ശമരിയയില് ഒരു കഴുതത്തലയ്ക്ക് 80 വെള്ളിക്കാശും 1/4 കപ്പ് പ്രാകാഷ്ഠത്തിന് 4 വെള്ളിക്കാശും വില വർദ്ധിച്ച് ക്ഷാമം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ, വിശപ്പ് സഹിക്കവയ്യാതെ അമ്മമാര് കുഞ്ഞുങ്ങളെ പുഴുങ്ങി തിന്നുകൊണ്ടിരിക്കുമ്പോൾ, ഒരു ഭക്തൻ അപ്പുറത്ത് മാറി നിന്ന് പറയുക, ഈ സ്ഥിതിക്ക് ദൈവം വ്യത്യാസം വരുത്തും. നാളെ ഈ നേരത്ത് ശമരിയയുടെ പടിവാതിക്കൽ 2 ശേക്കലിന് ഗോതമ്പ് വിൽക്കുമെന്ന് പറഞ്ഞ സമയത്ത്, ആമേൻ, അകമ്പടി നായകൻ എന്ന് പറഞ്ഞാൽ കഴിവുള്ളവൻ, വാക്ചാതുര്യമുള്ളവൻ, കാര്യങ്ങളെല്ലാം ഗ്രഹിപ്പാൻ കഴിവുള്ള അകമ്പടി നായകൻ എന്നാ പറഞ്ഞെന്നറിയാമോ? രാജാവ്, ആമേൻ, ദൈവദാസനെ, പ്രവാചകനെ, ഇത് നടക്കുന്ന കാര്യമല്ല. ആകാശം മുഴുവനും വെയർഹൗസ് ആക്കിയാലും ഇത് നടക്കത്തില്ല എന്ന് അവിശ്വസിച്ചപ്പോൾ ഏലിശ പറഞ്ഞു, എന്നെ തമ്പുരാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ആമേൻ. നിങ്ങളെ നിന്ദിക്കുന്ന നിന്ന എൻ്റെ മേൽ വീണിരിക്കുന്നു. അന്നേരത്തെ ദാസൻ പറഞ്ഞു എന്നാന്നറിയാമോ? നിന്റെ കണ്ണുകൊണ്ട് നീ കാണും, നീ അത് അനുഭവിക്കത്തില്ല. ആമേൻ. നമുക്കറിയാം, പിറ്റേ ദിവസം അത് സംഭവിച്ചപ്പോൾ ഇവനെ ചവിട്ടിക്കൊന്നെന്നാണ് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നത്. ആമേൻ. ദൈവപ്രവൃത്തിയെ തടയുവാൻ ആർക്ക് കഴിയും? ദൈവമക്കളെ, സ്തോത്രം, സ്തോത്രം. ചില നിന്ന നല്ലതാ കേട്ടോ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ടേക്ക് ഓഫ് ചെയ്യാൻ തുടങ്ങിയ സമയം, സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുമ്പേ 11 ശിഷ്യന്മാരെ അഴികെ വിളിച്ചിട്ട് പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, നീ ഇപ്പോഴെങ്കിലും ചാകത്തൊന്നുമില്ല, നിന്നെ ആർക്കും കൊല്ലാനൊന്നും പറ്റത്തില്ല. കാരണം നീ കൃപയിലേക്ക് വന്ന അന്ന് മുതൽ ഗോതമ്പ് പോലെ പാറ്റാൻ അനുവാദം ചോദിച്ചു ഒരുത്തൻ നടന്നതാ. പക്ഷെ നിന്നെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. കാരണം എനിക്ക് നിന്റെ കാലിബർ അറിയാം. ഇയ്യോബിനെ ഞാൻ പാറ്റാൻ കൊടുത്തു, പക്ഷെ നിന്നെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ഒന്നും കാണത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ പിതാവിനോട് അപേക്ഷിച്ചു, ഇവനെ വിട്ടുകൊടുക്കരുത് എന്ന്. ആമേൻ. നീ വൃദ്ധനാകും, മറ്റൊരാൾ നിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് പോകും. ഇതൊക്കെ പുള്ളിയോട് ദൂത് പറഞ്ഞിട്ടും പുള്ളിക്ക് അങ്ങോട്ട് മതിയാകുന്നില്ല. കർത്താവ് ഇവൻ പറയുക, അതവിടെ നിൽക്കട്ടെ, എന്നോടുള്ള ദൂത് അവിടെ നിൽക്കട്ടെ. കാരണം ഈ മാറോട് പറ്റിയിരുന്ന ഒരുത്തനുണ്ട്, യോഹന്നാന്. ഈ പത്രോസ് ചോദിക്കുക, അവൻ എന്നോ ഭവിക്കും. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ചില വിരൽ ചൂണ്ടൽ നല്ലതാ ദൈവമക്കളെ. നന്ദിയോട് സ്തോത്രം. അമ്മേ, ശിവന്റെ നാമത്തില് അമ്മേ, ഞാൻ അങ്ങനെ പറയുന്നതിൽ ക്ഷമിക്കണം ദൈവമക്കളെ. നമ്മൾ കുറച്ചു പേര് പ്രാർത്ഥിക്കുന്നവരെ ഇന്ന് രാവിലെ ഉള്ളല്ലോ. ചില അസൂയയുടെ ശിവന്റെ നാമത്തില് ചില വ്യാപാരത്തിന്റെ മേൽ കർത്താവ് ഇന്ന് രാവിലെ അത് നീക്കുപോക്ക് തരുവാൻ ശക്തന്. ദൈവം വസിപ്പാൻ ഇച്ഛിച്ചിരിക്കുന്ന പർവ്വതത്തെ നിങ്ങൾ എന്തിനാ തുറിച്ചു നോക്കുന്നത്? യേശു കർത്താവ് പറഞ്ഞു എന്നാന്നറിയാമോ? ഞാൻ വരുന്നിടം വരെ ഇരിക്കണമെന്ന് എനിക്കിഷ്ടമാണെങ്കിൽ നിനക്കെന്നെ. ഇത് കേട്ടപ്പോൾ അവര് പറ, എന്നാ ഇവൻ ചാകത്തുമില്ലയോ? ദൈവത്തിന് സ്തോത്രം. ഈ 11 പേരിൽ രക്തസാക്ഷി മരണം വരിക്കാതെ സ്വാഭാവിക മരണം വരിച്ചത് ഈ യോഹന്നാൻ മാത്രമാണ്. നിമക്കളെ, ചില നിന്നയൊക്കെ നല്ലതാ കേട്ടോ.
ചില ഒറ്റപ്പെടുത്തൽ നല്ലതാ, ദൈവത്തിനോട് സ്തോത്രം ചെയ്യുന്നു. ചില വെല്ലുവിളികൾ നല്ലതാ. നാം കർത്താവിൻ്റെ പക്ഷത്ത് ആ പദ്ധതിയിലാണെന്നുള്ളതിൻ്റെ തെളിവാണ്. ദൈവത്തിനോട് സ്തോത്രം. ആമേൻ. അതുകൊണ്ട് ഇന്ന് രാവിലെ കാലം ആരവിശ്വസിച്ചാലും, ചിലർ അവിശ്വസിച്ചാലും ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. സക്രിയാവിന്റെ നാവ് അല്പനേരത്തെ കുറെ കാലത്തേക്ക് അടയപ്പെട്ടെങ്കിലും മക്കളെ, ഇത് ആരേറ്റെടുത്തെന്നറിയാമോ? ഇത് ദൈവത്തിന് സ്തോത്രം എലിസബത്ത് ആത്മാവിൽ ഏറ്റെടുക്കുവാനായിട്ടിടയായി. ഒരു സഭയിൽ ഒരാൾ മതി ദൈവാത്മാവിനോട് ചേർന്ന് നിൽക്കുവാൻ. ഇത്രയും പേര് ഇന്ന് രാവിലെ നാം ദൈവസന്നിധിയിലായിരിക്കുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. എലിസബത്ത് പറഞ്ഞ എന്താണെന്നറിയാമോ? അതിന്റെ 25 സമയം കടന്നു പോകുന്നല്ലോ. 25 ആമേൻ 24, 25 വാക്യങ്ങൾ. ആമേൻ ആമേൻ. ആ നാളുകൾ കഴിഞ്ഞിട്ട് അവന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. ഇത് ചിലതിന് ദൈവമക്കളെ, ചില ദൈവപ്രവൃത്തിയുടെ ഒരു സമയമായത്. ഹല്ലേലൂയ. ചില ആമേൻ ദൈവത്തിന് സ്തോത്രം നിർജീവത്വങ്ങളെ ദൈവം മാറ്റും. ചിലതിന് ജന്മം കൊടുക്കുവാൻ ഒരു ദൈവപ്രവൃത്തിയുടെ സമയമായത്. ഇന്ന് രാവിലെ ആമേൻ അതൊന്ന് ആത്മാവിലൊന്ന് ഏറ്റുപറയാൻ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? നിരാശയുടെയും അവിശ്വാസത്തിന്റെയും വാക്ക് കേട്ട എലിസബത്ത് ഇന്ന് രാവിലെ ആത്മാവിൽ അവൾ വിളിച്ചു പറയുക, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് 5 മാസം ഒളിച്ചു പാർത്തു. ദൈവസഭയുടെ അഭിവൃദ്ധി ദൈവം പ്രസിദ്ധമാക്കാൻ പോവുക കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഈ ദേശത്ത് ഇങ്ങനെ ഒരു ദൈവസഭ ഉണ്ടെന്ന് പലർക്കും അറിയാമെങ്കിലും ഈ ദിവസങ്ങളിൽ ദൈവം ഇതിന്റെ സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്തും. ആമേൻ. ഈ രാജ്യത്തിന് ഒരു അനുഗ്രഹമായി, ആമേൻ, ഈ ദേശത്തിന് ഒരു വിടുതലായി, ഒരു ലൈറ്റ് ഹൗസായി ദൈവം ഈ സഭയെ അവന്റെ മഹത്വത്തിനായി മാനിക്കാൻ പോവുക. ആമേൻ. ഇതെന്താ പറയുന്നേ? ആ ഒളിച്ചു പാർത്തത് നിർത്തിയിട്ട് ദൈവം ഇതിന്റെ അഭിവൃദ്ധിയെ പ്രസിദ്ധമാക്കാൻ പോകുന്നതിനായി സ്തോത്രം. നാം ചെയ്തത് കർത്താവിന് എന്ന വണ്ണമാണ്. കഴിഞ്ഞ ദിവസം എന്നെ ഒത്തിരി ആത്മാവില് ബലപ്പെടുത്തിയ ഒരു ദൈവദാസന്റെ അനുഭവം ഉണ്ടായിരുന്നു. താൻ ഒരു സ്ഥലത്ത് ഒരു ആംഗ്ലിക്കൻ ചർച്ചിന്റെ ഒരു പുരോഹിതന് ആമേൻ ഒരു മിഷൻ ചലഞ്ചില് സംബന്ധിച്ചപ്പോൾ ആ ദൈവദാസൻ പറഞ്ഞ് ഒത്തിരി എന്നെ ബലപ്പെടുത്തി. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ കാത്തിരിപ്പ് ഒരിക്കലും വൃഥാവല്ല. ഇന്ന് രാവിലെ ആത്മാവിൽ ചിലത് പറയണം ദൈവമക്കളെ. യേശുവിന്റെ നാമത്തില് ദൈവം ഞങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും. ദൈവം ഞങ്ങളുടെ നിർണയം മാറ്റും. ദൈവമഹത്വം ഇതിനകത്ത് വെളിപ്പെടുവാനിടയാകും. ആമേൻ. ഇന്ന് പല കാലം നാം പ്രതീക്ഷിക്കാത്ത തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ചില ജീവിതങ്ങളെ ദൈവസഭയുമായി ദൈവം കണക്റ്റഡ് ആക്കുന്ന ഒരു സമയമായത്. അതൊരാത്മ തലമായിരിക്കും കേട്ടോ. ആമേൻ. അതുകൊണ്ടാണ് ചിലതിൻ്റെ നാവിനെ ദൈവം അടയ്ക്കുന്നത്. കാരണം ഇനി അവിശ്വാസം പറയാൻ ദൈവം അനുവദിക്കത്തില്ല. രക്തം ചെയ്യും. അപ്പം 3-4 വർഷം ഒരു സ്ഥലത്ത് താൻ ശുശ്രൂഷിച്ചു. താൻ പ്രതീക്ഷിച്ചതുപോലെ വലിയ റിസൾട്ട് ഒന്നും കണ്ടില്ല. സഭാധികാരികൾ പറഞ്ഞു, നിന്റെ ശുശ്രൂഷ പരാജയമാണ്. അദ്ദേഹത്തെ അവിടുന്ന് പെട്ടെന്നൊരു തിങ്കളാഴ്ച വിളിച്ചു പറഞ്ഞു, അടുത്ത ഞായറാഴ്ചത്തെ ആരാധന കഴിഞ്ഞ് അവിടുന്ന് നിങ്ങൾ ആ സ്ഥലം മാറിപ്പോകണം. നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ തുടരാനൊക്കത്തില്ല. നിങ്ങൾ എവിടെങ്കിലും പോയി പുതിയ വേല ചെയ്യുകയോ ഒക്കെ ചെയ്യാൻ പറഞ്ഞു. ഒരു പ്രായമുള്ള ഒരു അപ്പച്ചനാണ്. ദീർഘവർഷങ്ങൾ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിച്ച് ദൈവം കൊടുക്കുന്ന ആലോചന പറഞ്ഞ് ആ മനുഷ്യൻ അവസാനത്തെ ഞായറാഴ്ച തൻ്റെ ശുശ്രൂഷ കഴിഞ്ഞ് തനിക്ക് സെൻഡ് ഓഫ് ഒന്നും ആരും കൊടുത്തില്ല. താന് ആ ശുശ്രൂഷ കഴിഞ്ഞ്, കർത്താവേ, ഞാനൊരു പരാജയമാണോ? ഇത്രയും നാൾ നിന്നെ ശുശ്രൂഷിച്ച് എനിക്കൊന്നും നേടാൻ പറ്റിയില്ലല്ലോ. ഞാനൊരു പരാജയമാണോ? അങ്ങനെ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് ആ ലാസ്റ്റ് സൺഡേയില് താൻ ആലയത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ, ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് ആശീർവാദം കഴിഞ്ഞ് താൻ ആ സഭയിൽ നിന്ന് അവൻ വെളിയിലേക്ക് ആരും തനിക്ക് സെൻഡ് ഓഫ് ഒന്നും കൊടുത്തില്ല. ഒരു 15 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു യങ്സ്റ്റർ ഓടി വന്ന് ഈ ദൈവദാസന്റെ മുമ്പിൽ മുട്ടുമടക്കിയിട്ട് പറഞ്ഞു, അങ്കിൾ, കഴിഞ്ഞ 4 വർഷമായി അങ്കിൾ ഈ സഭയിൽ ശുശ്രൂഷിക്കുന്നു. എല്ലാ ഞായറാഴ്ചയും ഞാൻ ഇവിടെ വരും. 10-12 പേരേ ഉള്ളൂ. അങ്കിള് പറയുന്ന ഓരോ വചനവും ഞാൻ ഏറ്റെടുക്കുന്നുണ്ട്.
ഇന്ന് പകലക്കാലവും അങ്കിള് പ്രസംഗിച്ച പ്രസംഗം എന്നോടാ സംസാരിച്ചത്. എനിക്ക് കർത്താവിൻ്റെ വേല ചെയ്യണം, കർത്താവിൻ്റെ വേലക്കാരനായി എനിക്ക് തീരാൻ ആഗ്രഹമുണ്ട്. എന്നെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാമോ? സ്തോത്രം. അമേൻ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അമേൻ. ദൈവമക്കളെ, 4 വർഷം ഈ മനുഷ്യനെ തമ്പുരാൻ അവിടെ കൊണ്ടിട്ടത് എന്തിനെന്ന് തനിക്ക് മനസ്സിലായി. ഈ കുഞ്ഞിന് വേണ്ടിയായിരുന്നല്ലോ. താൻ ആലയത്തിൻ്റെ നടുത്തളത്തിൽ മുട്ടുമടക്കി 2 കരവും വെച്ച് ഈ കുഞ്ഞിനെ അനുഗ്രഹിച്ച്, കർത്താവേ, ഞാനും വിചാരിച്ച് ഞാനൊരു പരാജയമാണോ? അല്ല, ഈ മകന് വേണ്ടിയായിരുന്നല്ലോ കഴിഞ്ഞ 4 വർഷം ഞാനിവിടെ ശുശ്രൂഷിച്ചത്. എൻ്റെ സഭാ നേതൃത്വത്തിനോ എൻ്റെ കൂടെ ആരാധിച്ചവർക്കോ എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പരിശുദ്ധാത്മാവേ, നീ ഈ കുഞ്ഞിനെ ഹൃദയംഗമായി അനുഗ്രഹിച്ചു. ആ പിതാവ് എവിടെയോ പോയി. ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരനെ ദൈവം തൊടുവാനിടയായി. താനൊരു മിഷണറിയായി. നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഡേവിഡ് മൊഫറ്റ് എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ മിഷണറി വീരനായിരുന്നു. തൻ്റെ ശവസംസ്കാര ചടങ്ങില് ഇംഗ്ലണ്ടിലെ രാജ്ഞി ഉൾപ്പെടെയായിരുന്നു കടന്നു വന്ന ശുശ്രൂഷ ചെയ്തത്. കാൻറ്റംബറി ആർച്ച് ബിഷപ്പും ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമോ, ഈ ദൈവദാസന്റെ മിഷൻ ചലഞ്ചർ ഡേവിഡ് ലിവിങ്സ്റ്റനെ ആഫ്രിക്കയിലേക്ക് പോകുവാൻ ദൈവം ബലപ്പെടുത്തിയത്. ഹല്ലേലൂയ. മിഷണറി മൂവ്മെന്റിന്റെ തുടക്കക്കാരൻ ഈ ചെറുപ്പക്കാരൻ മൊഫറ്റായിരുന്നു. ഇന്ന് രാവിലെ നമ്മുടെ ശുശ്രൂഷ, നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും പരാജയമല്ല. ഇതൊരു ദൈവപ്രവൃത്തിയുടെ സമയമാണ്. ഗ്ലോറി ബഷഖനാദിയാർ ശിവന്റെ നാമത്തിൽ രാവിലെ കാലം തലമുറയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന വൃഥാവല്ല കേട്ടോ. ലോകത്തെ കീഴ്മേൽ മറിക്കുന്നു ഒരു തലമുറയെ ഇതിനകത്ത് നിന്ന് ദൈവം പുറത്തു കൊണ്ടുവരും. ദൈവസഭയുടെ ചരിത്രം മാറ്റുവാൻ ഞാൻ ഇന്ന് രാവിലെ ആത്മാവിൽ തന്നെയാ ശുശ്രൂഷിക്കുന്നത്. ശിവന്റെ നാമത്തിന് യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയം. ഈ തലമുറ കർത്താവിന്റെ വരവിന് സാക്ഷ്യം വഹിക്കും. ദൈവമക്കളെ, ലോകാരംഭം മുതൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ആത്മീക ഉണർവിന്റെ വാഹകരായി നമ്മുടെ തലമുറയെ ദൈവം തീർക്കാൻ പോകുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാവിലെ അത് വിശ്വസിക്കുന്നവരാണല്ലോ ദൈവസന്നിധിയിലായിരിക്കുന്നത്. എലിസബത്ത് പറയുക, ഇല്ല, ചില നിന്ദയും മാറ്റും. മനുഷ്യരുടെ ഇടയിലുള്ള എൻ്റെ നിന്ന മാറ്റുവാൻ ആമേൻ ദൈവം എന്നെ കടാശിച്ച നാളില് ഇന്ന് രാവിലെ കാലം മക്കളെ, ഈ വചനം ഞാൻ ദൈവത്തിന്റെ ആത്മാവ് എന്നോടുകൂടെ സംസാരിക്കുന്നത് ചില നാളുകളായി. എനിക്ക് പ്രിയ ബൻസംഭാഷക്കൊക്കെ അറിയാം, പ്രിയ ബേച്ചാൻ അറിയാം. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഒരു ദൈവപ്രവർത്തിക്ക് വേണ്ടി പലതിനോടും നോ പറഞ്ഞ് ഒറ്റപ്പെട്ട് ദൈവം നിർത്തിയത് എന്തിനാ? ഈ ദൈവപ്രവൃത്തി നമ്മിൽ കൂടെ വെളിപ്പെടേണ്ടതിന് വേണ്ടിയാണ്. ബേച്ചാ പലതിനോടും ചേർന്ന് നിൽക്കാതെ പലതിനോടും നോ പറഞ്ഞത്, പലതും വേണ്ട എന്ന് പറഞ്ഞത്. ആമേൻ. ഈ പ്രവൃത്തി വെളിപ്പെടാനാ ചോദിച്ചാൽ ഒരിക്കലും അത് ആമേൻ നമ്മുടെ കാത്തിരിപ്പ്, പ്രാർത്ഥന അതൊരിക്കലും വൃഥാവല്ല, നിരർത്ഥകമല്ല. ഓ ജീസസ്. ആമേൻ. ഈ പ്രാർത്ഥനയുടെ മറുപടിയെ പറ്റി യേശു കർത്താവ് പറഞ്ഞു എന്താണെന്നറിയാമോ? സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരുമില്ല. ദൈവത്തിന് സ്തോത്രം. ഇത് ഒരിക്കലും വൃഥാവല്ല. ഒരു തലമുറ ആത്മാവിൽ എഴുന്നേൽക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഈ ഒരു വർഷം 2024 ദൈവസഭയോടുള്ള ബന്ധത്തില്, കുടുംബങ്ങളോടുള്ള ബന്ധത്തില് ആമേൻ ആമേൻ ദൈവത്തിന് സ്തോത്രം. ഒരു ദൈവപ്രവൃത്തിയുടെ സമയമായത്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഇതിന്റെ അതിരുകളെ ദൈവം വിശാലമാക്കും. ദൈവമക്കളെ, ഇത് ഡെൻവറിൽ ഒതുങ്ങേണ്ട ഒരു മൂവ്മെന്റ് അല്ലല്ലോ ഇത്. ദൈവത്തിന് എന്നോട് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഈ ദിവസങ്ങളിൽ ദൈവമഹത്വം ഇതിൽ കൂടെ വെളിപ്പെടുവാനിടയാകട്ടെ. നമ്മൾ തുടർന്നുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ ആമേൻ ദൈവത്തിന് സ്തോത്രം. ഒരു നസ്രയത്ത്, ആരും ഉൾക്കൊള്ളാതിരുന്ന ഒരു നസ്രയത്ത് പട്ടണത്തിൽ ഉണ്ടായ ആമേൻ ആ മറിയയ്ക്കുണ്ടായ ദൈവപ്രത്യക്ഷത നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തുടർന്നുള്ള വാക്യങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ ആമേൻ മക്കളെ, ഒരു എൻഡൈം റിവൈവലിന്റെ ഭാഗമായി തീരുവാൻ ദൈവം കണ്ട ഒരു സഭയായത്. ദൈവത്തിന് എന്നോട് സ്തോത്രം. ഹല്ലേലൂയ.
ആമേൻ. ദൈവത്തിനോട് സ്തോത്രം. ആത്മാവിൽ ചിലതിനെ ദൈവം കണക്റ്റഡ് ആക്കും. ദൈവത്തിന് സ്തോത്രം. ഈ തുടർന്നുള്ള വാക്യമൊക്കെ നാം വായിക്കുമ്പോൾ 6 മാസം കഴിഞ്ഞപ്പോൾ ആ മറിയയ്ക്ക് ദൈവപ്രത്യക്ഷത ഉണ്ടായി. ദൈവത്തിന്റെ ആത്മാവ് അവിടെ മേൽ കടന്നു വന്ന് ഇവളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, എഫ്രൈം മലനാട്ടിലേക്ക് കടന്നു പോകണം. ഈ ദിവസങ്ങളിൽ ഒരു വലിയ മൂവ്മെന്റ് ഇതിനകത്തിലുണ്ട് ദൈവമക്കളെ. ആമേൻ. ഈ ദേശം കർത്താവിനാൽ അറിയപ്പെടുവാൻ നമുക്കറിയാം. നസറേത്ത് പട്ടണം ആർക്കും, അതാ ഈ നഥനയേൽ പോലും ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? ആമേൻ. ദൈവത്തിന് സ്തോത്രം. അവന് നസ്രായൻ എന്ന് പേർ വിളിക്കപ്പെടുമെന്ന് പറയുന്നത് പോലെ ഈ ഡെൻവർ, ദൈവത്തിനോട് സ്തോത്രം. അവൻ ഇന്നലെ ഞാനും റോയ്മോനും കൂടെ ഇങ്ങനെ ചർച്ച അവിടെ എന്നെ പിക്ക് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് എല്ലാവരും പല ഈ സ്റ്റേറ്റിലെ പല സ്ഥലങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ എന്താ പറഞ്ഞ ഉണർവിന്റെ ബെൽറ്റ് എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെച്ചേച്ച സ്ഥലങ്ങളുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ദൈവപ്രവൃത്തിയുടെ ഒരു കേന്ദ്രമായി ദൈവത്തിന് ഇതിനെ മാറ്റുവാൻ പദ്ധതി ഉള്ളതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈ മറിയെ ദൈവം എഫ്രൈം മലനാട്ടിലേക്ക് കൊണ്ടുപോയി. ഇതൊരു റോക്കി മൗണ്ടൻ ഒക്കെ ഉള്ള ഒരു സ്ഥലമാണല്ലോ. ദൈവത്തിനോട് സ്തോത്രം. ദൈവമക്കളെ, നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്, ഈ മറിയ എലിസബത്തിന്റെ വീട്ടിന്റെ വാതിക്കൽ വന്ന് ഒരു ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു വന്ദനസ്വരം പറഞ്ഞതേ ഉള്ളൂ. ആ ഭവനത്തിൽ നടന്ന ദൈവപ്രവൃത്തി നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പിതാക്കന്മാരെ, മാതാക്കളെ, നമ്മുടെ വായിൽ നിന്ന് അവിശ്വാസമുള്ള ഒരു വാക്ക് വരരുത്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്തെങ്കിൽ സ്തോത്രം. മറിയ ആത്മാവിലൊരു വാക്ക് പറഞ്ഞതേ ഉള്ളൂ. ആമേൻ. നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്, എലിസബത്തിന്റെ ഉദരത്തിൽ കിടന്ന ആ ശിശു ആത്മാവിൽ നിറയുവാനായിട്ടിടയായി തീർന്നു. ആമേൻ. 6-ാം മാസത്തില് യോഹന്നാൻ സ്നാപകൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ മുഴുവനും ആത്മാവിനാൽ നിറയപ്പെടും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ പ്രാർത്ഥന വെറുതെ നിർത്തരുത് കേട്ടോ. ആമേൻ. കർത്താവിന്റെ വരവ് വരെ ഈ പ്രാർത്ഥന തുടരട്ടെ. ഇത് മാസത്തിൽ ഒരിക്കലാണ് നമ്മളിപ്പം ചെയ്യുന്നത്. കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ ഇതൊരു റിവൈവൽ പ്രയർ പോലെ ആമേൻ ആഴ്ചയിൽ ഒന്നാക്കിയത് ദൈവം മാറ്റും. ദൈവത്തിനോട് സ്തോത്രം. ആ കാലഘട്ടം കഴിയുമ്പോൾ നിങ്ങൾ ആരും പറയണ്ട, ഈ കുഞ്ഞുങ്ങൾ തന്നെ ആത്മാവിൽ അത് ചെയ്തുകൊള്ളും. ദൈവത്തിനോട് സ്തോത്രം. ഇന്ന് രാവിലെ ദൈവശക്തി ഈ തലമുറയുടെ മേൽ വെളിപ്പെടട്ടെ. നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാമോ? യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാണ്. പ്രൈസ് ഗോഡ്. ഇന്ന് രാവിലെ കാലം ആ ദൈവമഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു നിമിഷം ദൈവമക്കളെ, കർത്താവ് നമുക്ക് ദാനമായി, നമ്മൾ വൈകിട്ടും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടുന്നുണ്ട് യേശുവിന്റെ നാമത്തില്. ആമേൻ. കർത്താവ് നമുക്ക് ദാനമായി തന്ന മക്കളെയും കൊച്ചുമക്കളെയും ഒരു നിമിഷം നമുക്കൊന്ന് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ആമേൻ, ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ വായിൽ തന്ന ആ വചനം, ആ ആത്മാവ് ഞങ്ങളുടെ വായിൽ നിന്നും, ഞങ്ങളുടെ സന്തതിയുടെ വായിൽ നിന്നും, സന്തതിയുടെ വായിൽ നിന്നും അറ്റുപോകാതെ ഒരാത്മീക തലമുറയെ പുറത്തു കൊണ്ടുവരുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തില്. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകും. ഗ്ലോറി. ഇന്ന് രാവിലെ കാലം എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, ആത്മാവിന്റെ ഒരു നിറവിലേക്ക് ഇതുവരെയും നമുക്ക് ആ പൂർണ്ണതയിലേക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഈ ദേവദാസനെ കർത്താവിന്റെ ദാസന്മാരെ ദൈവാത്മാവിന് പറയാനുള്ളത്, ഈ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങളിൽ മാത്രമല്ല, പിതാക്കന്മാരുടെ മേലും ഒരാത്മപകർച്ച ദൈവം അയക്കും. ആമേൻ. അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. വൃദ്ധന്മാരുടെ മേല്, ആമേൻ, മാതാക്കളുടെ മേല് ദൈവം തൻ്റെ ആത്മാവിനെ പകരും. ആത്മാവിനാൽ നയിക്കപ്പെടുന്ന രക്തക്ഷയം യേശുവിന്റെ നാമത്തില്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. നിങ്ങൾ ശ്രദ്ധിക്കണമേ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. മറിയയുടെ വന്ദനം 41. മറിയയുടെ വന്ദനം എലിസബേത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബേത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. ആമേൻ. യോഹന്നാനെ പറ്റിയും യേശുവിനെ പറ്റിയും നാം പറഞ്ഞു. ആത്മാവിൽ വളർന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മാവിൽ വളരട്ടെ. അവർ ആത്മാവിൽ വളരട്ടെ ദൈവമക്കളെ.
ആമേൻ. ആ ലൂക്കോസ് 1-ാം അധ്യായം, ആ പരിശുദ്ധാത്മാവിന്റെ സീസൺ അങ്ങ് ഓപ്പറേറ്റഡ് ആകുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മറിയ ആത്മാവിൽ പ്രവചിക്കാൻ തുടങ്ങുന്നു. സക്രിയാവ് പ്രവചിക്കുന്നു, എലിസബത്ത് പ്രവചിക്കുന്നു. ഒരാത്മാവിന്റെ തലം അവിടെ വെളിപ്പെടുക. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. നമ്മൾ അതിന്റെ ദൈവത്തിന് സ്തോത്രം 80-ാം വാക്യമൊക്കെ വായിക്കുന്നു. പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. 2-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെയും നാം വായിക്കുന്നു 2:40, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു. ഹല്ലേലൂയ. ഈ ദിവസങ്ങളില് യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാണ്. ഒരു നിമിഷം എല്ലാ കുഞ്ഞുങ്ങളും അമ്മ നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ? താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആമേൻ. ഇത് ദൈവാത്മാവിന്റെ ഒരു പ്രവൃത്തിയുടെ സമയമാണല്ലോ കർത്താവേ. നമുക്ക് ദാനമായി തന്ന കുഞ്ഞുങ്ങള്, മക്കള്, കൊച്ചുമക്കള്, ആമേൻ, അവര് കർത്താവിനാൽ ബലപ്പെടട്ടെ. സ്വർഗ്ഗ പിതാവേ, ഈ ആമേൻ പകൽക്കാലം ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദേശത്തിന്റെ വിടുതലിന് വേണ്ടി, ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി നിന്റെ പാദപീഠത്തെങ്കിലായിരിക്കുന്ന ഈ ജനത്തോട്, സഭയോട് നീ മനസ്സലിവ് തോന്നണമേ. ഒരു തലമുറ ആത്മാവിൽ പുറത്തു വരട്ടെ. ഗ്ലോറി ഞങ്ങളുടെ അവിശ്വാസം ഞങ്ങളോട് ക്ഷമിക്കണമേ. പലപ്പോഴും ഞങ്ങൾ അവിശ്വസിച്ച് കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആത്മീയതക്കെതിരെ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇന്ന് പല കാലം അവർ ആത്മാവിൽ ബലപ്പെടട്ടെ. ആമേൻ. ദൈവസഭയ്ക്ക് ദാനമായി തന്ന എല്ലാ മക്കളെയും, കൊച്ചുമക്കളെയും, ആമേൻ, ഇനി ജനിപ്പാൻ പോകുന്ന കുഞ്ഞുങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരം വെളിപ്പെടുന്നതിനായി സ്തോത്രം. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാണ്. ആമേൻ. നിന്റെ കരം വെളിപ്പെടുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവിന്റെ തുടർന്ന് കർത്താവിന്റെ ദാസൻ നമ്മളെ നമ്മെ കേൾപ്പിച്ച ദൈവിക ആലോചനയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവദാസനോട് കേൾപ്പിച്ച ആലോചനയ്ക്കായി ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. സ്തോത്രം. തക്ക സമയത്ത്, ഹല്ലേലൂയ, ഈ സമയത്തേക്ക് തന്നെ ദൈവം പ്രിയദാസനെ ഈ ദേശത്തേക്ക് അയച്ചല്ലോ. ഹല്ലേലൂയ. ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ സമയമായിരിക്കുമ്പോൾ അത് ഒന്നുകൂടെ ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ വചനങ്ങൾ, പല ദൈവദാസന്മാരിലൂടെ വെളിപ്പെടുന്ന ദൈവത്തിന്റെ വചനങ്ങൾ, സ്തോത്രം, അതിനെ ഒന്ന് ഉറപ്പിക്കുവാൻ, ഹല്ലേലൂയ, കർത്താവ് ദാസനെ നമ്മുടെ മധ്യയെ അയച്ചിരിക്കുന്ന കൃപയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വെല്ലുവിളികളുടെ നടുവില്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ദൈവസഭയെ വളർത്തുവാൻ പോകുന്ന, ദൈവത്തിന്റെ പ്രവൃത്തി അയക്കുവാൻ പോകുന്ന ആ നാൾ വഴികൾ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ ദിവസങ്ങളിലെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മ ദൈവസഭയ്ക്ക് ഒരു വലിയ മുന്നേറ്റമായി, വലിയ വിടുതലായി ദൈവദാസൻ കേൾപ്പിച്ചതുപോലെ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ചിലർ മല കയറുന്ന ദിവസങ്ങളാക്കി തീർക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവസന്നിധിയിലേക്ക് നമുക്ക് ചിലരെ ദൈവം അഭിഷേകം ചെയ്ത് ദൈവസന്നിധിയിലേക്ക്, ഹല്ലേലൂയ, ചിലരുടെ കൈകളെ ദൈവം ഉയർത്തുന്ന ദിവസങ്ങളാക്കി. ഹല്ലേലൂയ, 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 സ്തോത്രം. മറിയെ എലിസബത്തിന്റെ അടുക്കിലേക്ക് മല കയറുവാൻ അയച്ചതുപോലെ, അവിടെ ഒരു അഭിഷേകം വെളിപ്പെട്ടതുപോലെ ഈ ദിവസങ്ങളിൽ ചിലർ മല കയറുമ്പോൾ, ഹല്ലേലൂയ, അവിടെ എതിരേൽക്കുന്ന അനുഭവങ്ങൾ, ആത്മീയ അനുഭവങ്ങൾ, ചിലതിന്റെ മേൽ അഭിഷേകം പകരപ്പെടുന്നതായി മാറട്ടെ. ഹല്ലേലൂയ. അത് പ്രത്യേക തലമുറകളുടെ മേൽ, ഹല്ലേലൂയ, ദൈവസഭയൊട്ടാകെ ഈ ദിവസങ്ങളിൽ അഭിഷേകം പകരപ്പെടുവാൻ അതിനായി നമ്മെ ഒരുക്കി ഇന്ന് പകൽക്കാലം കേൾപ്പിച്ച വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സമയമാണ് പ്രാധാന്യം. ഹല്ലേലൂയ. നമ്മെ ദൈവം ഭൗതികമായി അനുഗ്രഹിപ്പാൻ ലോകത്ത് എവിടെ കൊണ്ടുപോയാലും മതി, എന്നാൽ ഇവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ നമ്മെ ഇവിടെ കൊണ്ടുവന്നേ മതിയാകും. ഹല്ലേലൂയ. ഈ സമയത്തേക്കാണ് എസ്തർ നിന്നെ കണ്ടത്. ഹല്ലേലൂയ. ഈ കാലത്തേക്കാണ് ദൈവം നിന്നെ കണ്ടത്, ഈ സ്ഥലത്തേക്കെന്നല്ല പറഞ്ഞത്, ഈ സമയത്തേക്ക്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി സമയമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, സ്ഥലം നമുക്ക് വിഷയമല്ല. എവിടെയായിരിക്കുന്നു, എവിടെയായിരുന്നാലും അവിടെ നമ്മിൽ ദൈവിക പദ്ധതി വെളിപ്പെടണം, നമ്മെ കുറിച്ച് ദൈവിക വാഗ്ദത്തം വെളിപ്പെടണം. അതിനായി നമ്മെ തന്നെ സമർപ്പിക്കുന്ന പകൽക്കാലം കർത്താവ് ദാസനെ അഭിഷേകത്തോടെ നമ്മുടെ മധ്യേ വിവിധമായ ആലോചനകൾ വിവിധ തലത്തില്, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് ഇടപെട്ടതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രത്യേകം വൈകിട്ടത്തെ ആരാധനയും അനുഗ്രഹമായി വലിയ ദൈവപ്രവൃത്തിക്ക് കാരണമായി തീരുവാൻ കർത്താവ് സഹായിക്കുന്നവർ നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് പകൽക്കാൻ കേൾപ്പിച്ച് ആലോചിക്കുമ്പാകെ നമ്മെ സമർപ്പിക്കാം. പ്രിയ ചോദിച്ചാൽ പ്രാർത്ഥിക്കും. പ്രിയപിതാവിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ കർത്താവേ, അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുന്ന കർത്താവേ. ഈ വെള്ളിയാഴ്ച പകൽക്കാലം അടിയങ്ങൾക്ക് തിരുസന്നിധിയിലായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ആ ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവെ, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. തന്റെ ഭക്തന്മാരെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുന്ന ദൈവം ഞങ്ങളെ അങ്ങിങ്ങായി സൂക്ഷിച്ച്
ഇന്ന് പൽക്കാലം ദൈവസന്നിധിയായിരിക്കാൻ നൽകി തന്ന എല്ലാ കൃപയ്ക്കായും നന്ദിയോട് ഞങ്ങളെ അങ്ങനെ വാഴ്ത്തുന്ന കർത്താവേ, നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ആരാധന സമയം ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നല്ലോ. പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ഒക്കെ ദൈവം ഇടയാക്കിയ എല്ലാ ദയക്കായി നന്ദിയോട് സ്തോത്രം കർത്താവേ. വിശേഷാലിന് പൽക്കാലം കർത്താവേ, ദൈവസന്നിധിയിൽ നിന്ന് കർത്താവെ തിരുവചനത്തെ ഗ്രഹിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ ചെയ്തല്ലോ. അങ്ങനെ ദാസനെ ഞങ്ങളുടെ ഇടയിൽ അയച്ചല്ലോ. ആ ദൈവദാസനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, തന്റെ മകനെ ഇത്രത്തോളം അനുഗ്രഹിച്ചു. ഈ ദേശത്ത് ഞങ്ങളോട് ആയിരിക്കാനുള്ള കൃപ കൊടുത്തത് കൊണ്ട് സ്തോത്രം ചെയ്തു. അത് അടിയങ്ങളുടെ ജീവിതത്തില് ഞങ്ങളുടെ സഭയ്ക്ക് ഒരു അനുഗ്രഹമാക്കി തീർക്കണമേ കർത്താവെ. ദൈവം അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായി നന്ദിയോടെ സ്തോത്രം കർത്താവെ. നന്ദിയോട് ഞങ്ങളെ ഇന്ന് കേൾപ്പിച്ച ദൈവവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും തിരുസന്നിധിയിൽ വർജനം ആചരിച്ച് യജമാനന്റെ ഇഷ്ടം ചെയ്ത് ജീവിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവത്തെ കർത്താവെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാനുള്ള ദൈവകൃപ കർത്താവിന്റെ കരുണ ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് തോന്നണമേ, അടിയങ്ങളോട് തോന്നണമേ കർത്താവെ. ഞങ്ങളുടെ സഭയുടെ അതിരുകളെ കർത്താവ് വിശാലമാക്കണമേ. ഞങ്ങളുടെ സഭയ്ക്ക് ഒരു വ്യത്യാസം നൽകി തന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ഞങ്ങളങ്ങെ ആരാധിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് കർത്താവെ, ഞങ്ങളോട് ദൈവം കൃപ തോന്നണമേ എന്ന് അപേക്ഷിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. ദൈവകരങ്ങളിൽ ഞങ്ങളെ അതിനായി സമർപ്പിക്കുന്ന കർത്താവെ. ചില ദിവസങ്ങൾ കർത്താവിന്റെ ദാസൻ ഞങ്ങളുടെ ഇടയിലായിരിക്കുന്നത് അടിയങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാക്കി തീർക്കണമേ കർത്താവെ. സ്വർഗീയ കലവറ ഞങ്ങൾക്കായി തുറക്കണമേ കർത്താവെ. നിന്റെ ആലോചനകളാൽ ഞങ്ങളെ നിറച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെ ഒക്കെ ദൈവം അനുഗ്രഹിക്കണമേ. ആ തലമുറകളെ ഒക്കെ ദൈവം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകൾ ഞങ്ങൾ അങ്ങയോട് പറ്റിച്ചേർന്ന് അവിടുത്തെ ഹിതപ്രകാരം ജീവിപ്പാനുള്ള പ്രത്യേക കൃപ ഞങ്ങൾക്ക് തന്നു. ദൈവത്തിന്റെ ഹിതം ഞങ്ങൾ ഞങ്ങളോട് മനസ്സറിയണമേ. ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന നന്ദിയോടെ സ്തോത്രം കർത്താവെ. അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഇന്ന് വൈകിട്ടത്തെ ആരാധന ദൈവവിവരങ്ങളിൽ കേൾപ്പിക്കുന്നു. ഉത്സാഹത്തോടെ കടന്നു വന്ന് ഞങ്ങളുടെ തലമുറകൾക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധാത്മാവിനെ നിയന്ത്രിച്ചുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. അങ്ങനെ ഞങ്ങളുടെ കൂട്ടായ്മകളെ ഒക്കെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ വൈകിട്ടത്തെ ആരാധന, സൺഡേയിലെ ആരാധന, മൺഡേ നൈറ്റിലെ ആരാധന, ഇതൊക്കെ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണം കർത്താവ്. തിരു സാന്നിധ്യം, അങ്ങയുടെ ശബ്ദം കേൾപ്പാൻ, അങ്ങയെ സ്തുതിപ്പാൻ ഒക്കെ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചാട്ടെ. എല്ലാ നിലയിലും എന്റെ ദൈവത്തിന്റെ നാമം ഞങ്ങളിലൂടെ മഹത്വമെടുത്താട്ടെ കർത്താവ്. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവിന്റെ പ്രാർത്ഥന കേട്ടതിനാൽ നമ്മുടെ കരങ്ങളിൽ ദൈവത്തെ സ്തുതിക്കാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിനടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും കൂട്ടായ്മയും കാവലും നമ്മോട് നാം ഓർത്ത് പ്രാർത്ഥന വിഷയങ്ങളോടും ദിവസം എല്ലാ ഭവനങ്ങളോടും ലോകമ്പോട്ടുള്ള സർവ്വവിശുദ്ധന്മാരോടും കൂടെ കർത്താവിന്റെ നാൾ വരെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരം പകൽക്കാലം ചെയ്ത് നൽകിയ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.